السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. മമ്പുറം സയ്യിദ് അലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങറവളുകളുടെ 188ാമത്തെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് ദാറുൽ ഹുദയുടെ പൊതുവിദ്യാഭ്യാസ വിഭാഗവും ദാറുൽ ഹുദയിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹാഫിളീങ്ങളായ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഉത്തുറുജയും ചേർന്നാണ് ഇങ്ങനൊരു ഖുർആൻ ഡയലോഗ് എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ദാറുൽ ഹുദ തങ്ങളവറുകളുടെ പേരിലൊരു ഹിഫ്ലുൽ ഖുർആൻ കോളേജ് ഇതിൻ്റെ അടുത്ത് തന്നെ നടത്തുന്നത് കൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട് ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയൊക്കെ നടക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നതും വളരെ മനോഹരമായി തോന്നുകയും ചെയ്തു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം അണ്ടർസ്റ്റാൻഡിങ് ദി ഖുർആൻ ടുഡേ എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഖുർആനിക വായനകളെ കുറിച്ച്, പുതിയ കാലഘട്ടത്തിൽ ഖുർആൻ പഠന മേഖലയിൽ ഉണ്ടായി വന്നിട്ടുള്ള പുതിയ ആശയങ്ങൾ, പുതിയ മെത്തഡോളജികൾ, ഖുർആൻ വ്യാഖ്യാന മേഖലയിൽ ഖുർആനുമായി ബന്ധപ്പെട്ട ഗവേഷണ രീതികളിൽ ഇതിലൊക്കെ പുതുതായി രൂപപ്പെട്ടു വന്നിട്ടുള്ള ആശയങ്ങളെക്കുറിച്ചും ചിന്താധാരകളെക്കുറിച്ചും ഒക്കെയാണ് പ്രധാനമായും ഈ സെഷനിലൂടെ കടന്നു പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കഴിഞ്ഞ സെഷനിൽ ബഹുമാനപ്പെട്ട AP മുസ്തഫ ഉസ്താദ് നിർത്തിയ ആ സ്ഥലത്ത് നിന്ന് തന്നെ ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഖുർആൻ വ്യാഖ്യാന മേഖല എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ തഫ്സീർ എന്ന് പറയുന്നത് വളരെ വിപുലമായ ഒരു ചരിത്രം തഫ്സീർ രചനക്ക്, തഫ്സീറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പഠനങ്ങൾക്കുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകാറുണ്ട്. ആ ഒരു തെറ്റിദ്ധാരണയാണ് പലപ്പോഴും ഉസ്താദ് പറഞ്ഞതുപോലെ ഖുർആനിൽ ചില ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ അത്ര മതി എന്നൊരു ചിന്താരീതിയിലേക്ക് നമ്മൾ എത്തുന്നത്, അല്ലെങ്കിൽ ഒരായത്തിന്റെ പരിഭാഷ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത്ര മതി ഖുർആനെ കുറിച്ച് മനസ്സിലാക്കാൻ എന്ന രൂപത്തിലേക്ക് നമ്മുടെ ഒരു ചിന്താരീതി മാറുന്നത് അങ്ങനെയാകുമ്പോഴാണ്. തഫ്സീറുകൾ രൂപപ്പെട്ടതിനൊരു ചരിത്രം, ഇന്ന് നമ്മൾ തഫ്സീറുമായി ബന്ധപ്പെട്ട് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ തന്നെ ഖുർആനിന്റെ പരിഭാഷ, ഖുർആൻ വ്യാഖ്യാനം എത്രമേൽ സമ്പുഷ്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന തഫ്സീറുകൾ, സ്വഹാബികളുടെ തഫ്സീറുകളാകട്ടെ, പിൽക്കാലത്ത് വന്നിട്ടുള്ള താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഇവരുടെ തഫ്സീറുകൾ, പിൽക്കാലത്ത് മഹാനായ ഇബ്നു ജരീർ ത്വബരി തങ്ങൾ, ഇബ്നു കസീർ തങ്ങൾ, അങ്ങനെ വന്ന് ഇമാം റാസി തങ്ങൾ അടക്കമുള്ള മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ, ഇവരുടെയൊക്കെ തഫ്സീറുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാവരുടെ തഫ്സീറുകളും ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ്. ചിലപ്പോൾ നമുക്ക് കാഴ്ചയിലോ നമ്മുടെ വായനയിലോ പലപ്പോഴും നമുക്കത് ഒരുപോലെയാണെന്ന് തോന്നിയാലും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ തഫ്സീറും മറ്റൊരു തഫ്സീറിൽ നിന്ന് വലിയ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, തഫ്സീറുകൾ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കിയാലും ഓരോ തഫ്സീറും നമ്മൾ ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ ആ തഫ്സീറുകൾ എഴുതപ്പെട്ട കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചരിത്ര സംഭവങ്ങൾ, ആ സമൂഹം അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് തഫ്സീറുകൾ രചിക്കാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഒന്ന്, ആ സമൂഹത്തിന്റെ സോഷ്യൽ നീഡാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ വിശ്വാസപരമായ പ്രശ്നങ്ങളാകാം, ചിലത് ധാർമ്മികമായ വിഷയങ്ങളാകാം. അങ്ങനെ തുടങ്ങിയ ഓരോ കാലഘട്ടവും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും തഫ്സീറുകൾ എഴുതപ്പെടാറുള്ളത്. അതോടൊപ്പം തന്നെ അക്കാലത്ത് ജീവിക്കുന്ന സമൂഹത്തിന് ഏറ്റവും ലളിതമായും സുഗ്രാഹ്യമാകുന്ന രൂപത്തിലുള്ള ഖുർആൻ വ്യാഖ്യാനം ലഭ്യമാക്കുക എന്നതും അതിൻ്റെ ഒരു ആവശ്യം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഓരോ കാലഘട്ടത്തിലും തഫ്സീറുകൾ എഴുതപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ആദ്യകാലത്ത് എഴുതപ്പെട്ട തഫ്സീറുകൾ എന്നൊക്കെ പറയുന്നത് ഹദീസുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള തഫ്സീറുകളാണ് ആദ്യകാലങ്ങളിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത്. ഹദീസുകൾ എന്ന് പറഞ്ഞാൽ റിവായത്തുകൾ, തഫ്സീറു ബിദ്ദിറായ, തഫ്സീറു ബിർ റിവായ എന്നൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്.
ഇങ്ങനെ റിവായത്തുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് എഴുതപ്പെട്ട തഫ്സീറുകളായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അത് കുറച്ചുകൂടി ഒരു ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന രൂപത്തിലേക്ക് തഫ്സീറുകൾ മാറുന്നുണ്ട്. ഇമാം സമഖ്ശരി തങ്ങളുടെ തഫ്സീർ, അതുപോലെ തന്നെ അബൂ ഹയ്യാനുൽ അന്ദുലുസി തങ്ങളുടെ തഫ്സീർ അടക്കം ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്ത ഒരു തഫ്സീറുകളുടെ ഒരു കാലഘട്ടം നമുക്ക് കാണാൻ കഴിയും. അത് ഖുർആന്റെ ഭാഷ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭാഷ മനസ്സിലായാലേ പിന്നീട് ഖുർആനിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ വലിയ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ വിശാലമായി അതിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള തഫ്സീറുകൾ വന്നു. പിന്നീട് സബബുൻ നുസൂലുകൾക്ക് പ്രാധാന്യം കൊടുത്ത തഫ്സീറുകൾ വന്നു. പിന്നെ ഫിഖ്ഹിയായ തഫ്സീറുകൾ, തഫ്സീറുൽ ഫിഖ്ഹി, ഫിഖ്ഹിയായ ഹുക്കുമുകൾക്ക് പ്രാധാന്യം കൊടുത്ത തഫ്സീറുകൾ പിൽക്കാലത്ത് വന്നു. ഇന്ന് നമ്മൾ ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്ത തഫ്സീറുകൾ നമ്മൾ കണ്ടു. അവസാനം പറഞ്ഞതുപോലെ തഫ്സീറുൽ മൗദൂഇ, വിഷയ കേന്ദ്രീകൃതമായ തഫ്സീറുകൾ ഇന്നത്തെ കാലത്ത് നമുക്ക് വലിയ അർത്ഥത്തിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഓരോ വിഷയത്തിലും നമ്മൾ എന്താണ് ഖുർആനിക സമീപനമായി മനസ്സിലാക്കേണ്ടത് എന്ന തരത്തിലുള്ള ഖുർആനിക പഠനങ്ങൾ പ്രത്യേകിച്ചും പുതിയ കാലഘട്ടത്തിൽ അത് ആവശ്യമാണ്. ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ ഹിജാബിനെ കുറിച്ച് എന്താണ് ഖുർആൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു പ്രയാസം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഹിജാബുമായി ബന്ധപ്പെട്ട് ഖുർആനിലുള്ള എല്ലാ ആയത്തുകളെയും ഒരുമിച്ച് കണ്ടെത്തി അതിനെക്കുറിച്ച് ആഴത്തിലുള്ളൊരു പഠനം നമുക്കിടയിൽ നടക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ഇന്നത്തെ ഉണ്ടാകുന്ന ഓരോരോ വിഷയങ്ങൾ നമ്മൾ എടുത്താലും, പുതിയ കാലത്ത് ഉണ്ടാകുന്ന പുതിയ വിഷയങ്ങൾ എടുത്താലും, ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് ജനാധിപത്യം, ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞാൽ ഖുർആൻ ആ വിഷയത്തിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് ഡെമോക്രസി, ഡെമോക്രസി എങ്ങനെ ആകണം, അതെങ്ങനെയാകുമ്പോഴാണ് സമൂഹത്തിന് നന്മയാകുന്നത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാട് ഖുർആനിനുണ്ട്. പക്ഷെ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് എന്താണ് ഖുർആനിന്റെ ഡെമോക്രസി എന്ന് ചോദിച്ചാൽ, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു ഡെമോക്രാറ്റിക് കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് മറുപടി പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഖുർആനിൽ ഏതെല്ലാം ആയത്തുകളിലാണ് ഡെമോക്രസിയെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ സാധാരണ നമ്മൾ പൊതുമധ്യയിൽ ഡെമോക്രസി എന്ന് പറയുന്ന ആശയത്തിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ഖുർആനിൽ എവിടെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, ആ വിഷയങ്ങളൊക്കെ ഏതൊക്കെ ആയത്തുകളിലുണ്ട്, ആ ആയത്തുകളൊക്കെ ക്രോഡീകരിച്ച് കണ്ടെത്തി ഓരോ ആയത്തിനെയും മുൻകാലത്തുണ്ടായിരുന്ന ഓരോ മുഫസ്സിറും എങ്ങനെ വ്യാഖ്യാനിച്ചു, പുതിയ കാലഘട്ടത്തിൽ അതിലേക്ക് ചേർത്ത് വെക്കാവുന്ന പഠനങ്ങൾ, ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. പുതിയ കാലത്ത് ഖുർആനിക പണ്ഡിതന്മാരൊക്കെ തന്നെ പറയുന്നത് ഖുർആനിക് ഓവർവ്യൂ എന്നുള്ളതാണ്. ഓരോ വിഷയത്തിലും ഖുർആനികമായ ഒരു കാഴ്ചപ്പാട്, ഖുർആനികമായ പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് തഫ്സീർ അൽ മൗദൂഇ എന്ന് പറയുന്നത്. അത് പറഞ്ഞത് പലപ്പോഴും നമ്മൾ പുതിയ കാലത്ത് ഖുർആൻ പഠിക്കുന്ന ആളുകളൊക്കെ പറയാറുള്ളത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഖുർആൻ തഫ്സീർ എന്ന് പറയുന്നത് തഫ്സീർ മൗദൂഇയാണ് എന്നാണ് പൊതുവിൽ പറയപ്പെടാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ മെത്തേഡ്, തഫ്സീർ മേഖലയിലെ, ഖുർആൻ വ്യാഖ്യാന മേഖലയിലെ ഏറ്റവും അപ്ഡേറ്റഡ് ആയ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് തഫ്സീർ മൗദൂഇയാണ് എന്നാണ് പറയപ്പെടാറ്. ആദ്യകാലത്ത് തഫ്സീർ ബിൽ മഅ്സൂർ ഉണ്ടായിരുന്നു. ഇന്നങ്ങനെ വന്ന് ഓരോ മേഖലയിലും ഭാഷാപരമായ തഫ്സീറുകൾ, ഫിഖ്ഹിയായ തഫ്സീറുകൾ, ചരിത്രത്തിന് പ്രാധാന്യം കൊടുത്ത തഫ്സീറുകൾ വന്നു, ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുത്ത തഫ്സീറുകൾ വന്നു. ഇങ്ങനെ വ്യത്യസ്തമായ തഫ്സീറുകൾ കാലാനുസൃതമായി മാറി വന്ന് ഇന്ന് നമ്മൾ തഫ്സീർ മൗദൂഇയിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ് പൊതുവിൽ പറയപ്പെടാറുള്ളത്. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നത് തഫ്സീർ മൗദൂഇയുടെ ഒരു പുതിയ വേർഷൻ അത് ഇന്നത്തെ കാലത്ത് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് തഫ്സീർ അൽ മഖാസിദി, തഫ്സീർ മഖാസിദി എന്ന് പറഞ്ഞാൽ മൂല്യാധിഷ്ഠിതമായ തഫ്സീറുകൾ. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരുപാട് മൂല്യങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ എത്തിക്സ് എന്ന് പറയുന്നത് വലിയ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മൂല്യങ്ങൾക്ക് വലിയ സാധ്യതകളും വലിയ പ്രാധാന്യം നൽകപ്പെടേണ്ട കാര്യമാണ് ഇന്നത്തെ കാലഘട്ടം. അത് മനസ്സിലാക്കിയിട്ട് തഫ്സീറുൽ മഖാസിദി, മഖാസിദുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള തഫ്സീറുകൾ പുതിയ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള തഫ്സീറുകളാണ് പുതിയ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് തഫ്സീർ മേഖലയിലും ഇന്നുണ്ടായിട്ടുള്ള ഒരു പഴയ കാലം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ ഒരു ചെറിയ സംക്ഷിപ്തമായ രൂപമാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഉസ്താദ് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീഥി കിതാബുല്ലാഹ്
وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الحمد لله. വളരെയേറെ അഭിമാനവും സന്തോഷവും അതോടൊപ്പം ഏറെ പ്രതീക്ഷയും നൽകുന്ന ഒരു വേദിയിലാണ് നമ്മളുള്ളത്. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ്റെ ചാരത്ത് എന്ന് പലപ്പോഴും പറയാറുള്ളതിലേറെ ചേർന്നുകൊണ്ട് തന്നെയാണ് നമ്മളിരിക്കുന്നത്. അതും ഹുഫാദ് ഉത്റുജ എന്ന പേര് തന്നെ വളരെയേറെ ഹദീസിൽ പറഞ്ഞ ആ ഒരു പദം തന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നതാണ്. ആ ഒരു ഖുർആനുമായി ബന്ധപ്പെട്ട ഖുർആനുമായി നേരിട്ട് ഇടപെടുന്ന ആളുകളുടെ ചർച്ച, അതിൽ ഖുർആൻ തഫ്സീറുകൾ എവിടെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ ആധുനിക കാലത്തെ തഫ്സീറുകൾ എങ്ങനെ ആവണം, എങ്ങനെയാണ് എന്നതൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു വേദി. ഹ്രസ്വമെങ്കിലും അർത്ഥദീർഘം എന്ന് പറഞ്ഞതുപോലെ കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘം മാലേറെയെങ്കിലും അതീവ മനോഭിരാമം എന്ന് വീണപൂവിനെ നോക്കി കുമാരാശാൻ പറഞ്ഞതുപോലെ ഇവിടെ കുറഞ്ഞ വാക്കുകളിലൂടെ എല്ലാം പറഞ്ഞു വച്ചിരിക്കുന്നു പ്രിയപ്പെട്ട നിയാസ് ഉദവി. അതുകൊണ്ട് എനിക്കിനി ആ ഒരു വിഷയം ആ അർത്ഥത്തിൽ സ്പർശിക്കേണ്ടതേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തഫ്സീറുൽ മൗദൂഇയിൽ എത്തി നിൽക്കുന്ന ആധുനിക കാലത്ത് ഞാൻ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയുക മാത്രമല്ല, നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് കേൾക്കാനുള്ള താല്പര്യത്തോടെ പറയുന്നത് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നതാണ്. വിശുദ്ധ ഖുർആനിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഈ കിതാബിന് ലഹ്റം വ ബത്ന, അകവും പുറവുമുള്ള ഒരു ഗ്രന്ഥമാണിത്. വ്യാഖ്യാനങ്ങൾ തീരാത്ത, ലാ തൻഖദി അജായിബുഹു. ഒരു ഹദീസിൽ കാണാം, ഹദീസാണെന്നും അസറാണെന്നും ഒക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അലി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് വന്നിട്ടുണ്ട്, ഇത് മർഫൂആണ് എന്ന് തന്നെയാണ് പല അഭിപ്രായങ്ങളും. കാരണം അത്തരം വിഷയങ്ങൾ അവർ സ്വന്തം പറയുന്നതല്ലല്ലോ. ഖുർആനെ പറ്റി പറഞ്ഞ വിശദമായ ഒരു ഹദീസിൽ ലാ തൻഖദി അജായിബുഹു, ഒരുപാട് കാര്യം ഇതിൽ പറയുന്നുണ്ട്. ഖുർആന്റെ അത്ഭുതങ്ങൾ അവസാനിക്കില്ല എന്നതാണ്. ഖുർആന്റെ അത്ഭുതങ്ങൾ അവസാനിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓരോ തലമുറക്കും ഓരോ പുതിയ കാലത്തിനും പുതിയ അറിവുകൾ ഖുർആൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ബുർദയിൽ ഇമാം ബൂസരി തങ്ങൾ പറഞ്ഞതുപോലെ ലം തഖ്തരിം ബിസമാനിൻ വഹിയ തുഖ്ബിറുന അനിൽ മആദി വഅൻ ആദിം വഅൻ ഇറമി ആയാതു ഹഖിൻ മിനർ റഹ്മാനി മുഹ്ദസത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി ലം തഖ്തരിം ബിസമാനിൻ വഹിയ തുഖ്ബിറുന അനിൽ മആദി വഅൻ ആദിം വഅൻ ഇറമി. റഹ്മാനായ റബ്ബിന്റെ ഹക്കായ ആയത്തുകൾ ഖദീമത്തുൻ എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുന്നത് ആയാതു ഹഖിൻ മിനർ റഹ്മാനി മുഹ്ദസത്തുൻ ഖദീമത്തുൻ, അത് അള്ളാഹുവിന്റെ കലാം എന്ന നിലയ്ക്ക് ഖദീമത്താകുമ്പോൾ തന്നെ അതിന്റെ മുതഅല്ലഖാത്തിലേക്ക് ചേരുമ്പോൾ അത് മുഹ്ദസത്താണ്. ഒരേ സമയത്ത് ഖദീമത്തും മുഹ്ദസത്തുമായ ആയത്തുകളാണ്. ലം തഖ്തരിം ബിസമാനിൻ, ഒരു കാലവുമായി നമുക്കങ്ങനെ യോജിപ്പിച്ചു നിർത്താനാവാത്ത വിധം കാലാതീതമായ, കാലങ്ങളൊക്കെ നോക്കുകുത്തിയായി നിന്നു പോകുന്ന കാലാതീതമായ ഒരു ഗ്രന്ഥം, ഏതു കാലത്തിനും പ്രസക്തമാകുന്ന ഒരു ഗ്രന്ഥം. അള്ളാഹുവിന്റെ കലാം എന്ന് പറയുമ്പോൾ തന്നെ അത് കാലാതീതമാവണമല്ലോ. കാരണം അള്ളാഹു കാലാതീതനാണ്. തആല അനി സമാനി വൽ മക്കാൻ. മുതഅല്ലഖാത്തായ മനുഷ്യരും മലായിക്കത്തും ജിന്നും ഇൻസും മറ്റെന്തും ഉണ്ടാവുന്നതിന് മുമ്പെന്ന ഒരു സങ്കല്പം ഉണ്ടാവുന്നതിന് മുമ്പേ, ഖബലും ബഅദുമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ, കാലമില്ലാത്ത അവസ്ഥയിൽ, അതിനൊരവസ്ഥയെന്ന് പോലും പറയാൻ കഴിയില്ല, പക്ഷെ നമുക്ക് അങ്ങനെയല്ലാത്ത പദങ്ങളുമില്ല, ആ കാലം പോലും ഇല്ലാത്ത അവസ്ഥയിലും അള്ളാഹുവിന്റെ കലാമൻ അള്ളാഹുവിന്റെ ദാത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി ലോകം മുഴുവൻ അവസാനിച്ചാലും ഈ കലാം അവസാനിക്കാൻ പോകുന്നില്ല.
ഏതേതു കാലത്തോടും പൊരുത്തപ്പെടുന്ന, കാലപ്രവാഹത്തിന് മുമ്പും ശേഷവും കാലപ്രവാഹത്തിനിടയിലും ഒരുപോലെ ജ്വലിച്ചു നിൽക്കുന്ന അള്ളാഹുവിൻ്റെ കലാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഖുർആൻ തന്നെ സ്വയം വിശേഷിപ്പിച്ചതുപോലെ ലൗ അന്ന മാ ഫിൽ അർദി മിൻ ഷജറത്തിൻ അഖ്ലാം വൽ ബഹറു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലാമുഹു കലിമാത്തുല്ലാഹ്. അള്ളാഹുവിന്റെ കലിമത്തുകൾ അവസാനിക്കാൻ പോകുന്നില്ല. എത്ര തന്നെ വ്യാഖ്യാനങ്ങൾ ഉണ്ടായാലും ഖുൽ ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദ. എത്ര തുടർ പ്രവാഹങ്ങൾ ഉണ്ടായാലും ഈ വാഗ്ധോരണിയുടെ വിശേഷണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വിശദീകരണങ്ങൾ ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തെ എഴുതപ്പെട്ട ഏതാനും വ്യാഖ്യാനങ്ങളിൽ പരിമിതപ്പെടുത്താൻ നമുക്കാവില്ല. അതുകൊണ്ടാണ് നിരന്തരമായി വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. ലാ തൻഖദി അജായിബുഹു എന്നത് തന്നെ ഒരു അത്ഭുതമല്ലേ? പലപ്പോഴും നമ്മൾ ആശങ്കപ്പെടാറുണ്ട്, പുതിയ വ്യാഖ്യാനങ്ങൾ സാങ്കത്യമുള്ളതാണോ എന്ന്. നമ്മെ ഭയപ്പെടുത്തുന്ന ചില ഹദീസുകളുമുണ്ട്. മൻ ഫസ്സറൽ ഖുർആന ബിറഈഹി, സ്വന്തം അഭിപ്രായത്തിനനുസരിച്ച് ഖുർആൻ വ്യാഖ്യാനിച്ചാൽ അത് നരകത്തിൽ സ്വയം സീറ്റ് ഉറപ്പിക്കുന്നതാണ് എന്നതൊക്കെയുള്ള ഹദീസുകൾ വളരെ പ്രസിദ്ധവും ഏറെ ശരിയുമാണ്. അവിടെയൊക്കെ ബിറഈഹി, സ്വന്തം താല്പര്യം, ഒരു താല്പര്യത്തിന്റെ പുറകിൽ അവനവന്റെ വൈയക്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനങ്ങൾ ചമക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് എന്നല്ലാതെ ഖുർആനിൽ മുമ്പ് പറയാത്തതൊന്നും ഇനി ആർക്കും പറഞ്ഞുകൂടാ എങ്കിൽ പിന്നെ എങ്ങനെയാണ് ലാ തൻഖദി അജായിബുഹു നിലനിൽക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖുർആന്റെ മുഴുവൻ വിശദീകരണവും സഹാബത്തിന് നൽകുകയും അതേ വിശദീകരണങ്ങൾ മാത്രം സഹാബത്ത് താബിഈങ്ങൾക്ക് നൽകുകയും അത് ഖിയാമത്ത് വരെ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അറിഞ്ഞതിന്റെ കേവലമായ ആവർത്തനങ്ങൾ അത്ഭുതങ്ങൾ ഉണ്ടാക്കുമോ? ഓരോ പുതിയ വ്യാഖ്യാനങ്ങൾക്കും പഴുതുകൾ വെച്ചുകൊണ്ട് തന്നെയാണ്, ഒരു ഇലാസ്തികതയോടെയാണ് ഖുർആൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വ്യാഖ്യാനങ്ങൾ അതിന്റെ പരിധികളിൽ നിന്നുകൊണ്ട് ആകാവുന്നതാണ് എന്ന് തന്നെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു വച്ചത്. മഹാനായ ഇമാം സുയൂത്തി തങ്ങൾ ഈ വിഷയമൊക്കെ വളരെ വിശദമായി ഖുർആനിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു മുഫസ്സിറിന് ഉണ്ടാവേണ്ട 15 ഷർത്തുകൾ പറയുന്നുണ്ട് ഖുർആനിൽ. ആർക്കും എന്തുമാവാമെന്നല്ല, ഒരു മുഫസ്സിറിന് ഉണ്ടാവേണ്ട 15 ഷർത്തുകളുണ്ട്. അതിലെ 15ാമത്തെ ഷർത്തായി പറഞ്ഞത് മൗഹബത്താണ്. ഒരു പ്രതിഭയുള്ളവനായിരിക്കണം, ഒരു മൗഹബത്ത് ഉണ്ടാവണം. എന്തിനാണ് ഒരു പ്രതിഭ? നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലുഗവിയായ തഫ്സീറുകളുണ്ട്, ഇശാരിയായ തഫ്സീറുകളുണ്ട്, താരിഖിയായ തഫ്സീറുകളുണ്ട്, മൗദൂഇയായ തഫ്സീറുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആസാറ് കൊണ്ട്, അഖ്ബാറ് കൊണ്ട്, അങ്ങനെയൊക്കെ ഹദീസ് തഫ്സീറുകളുണ്ട്. മഅ്സൂർ കൊണ്ട് ഇമാം സുയൂത്തി തങ്ങൾക്ക് തന്നെയുണ്ടല്ലോ അദ്ദുറുൽ മൻസൂർ. ദുറുൽ മൻസൂർ തഫ്സീറും ബിൽ മഅ്സൂറാണ്. ഹദീസുകൾ മാത്രമാണ് അതിൽ പറയുന്നത്, ഓരോ ആയത്തിനോടും അതിനനുബന്ധമായ ഹദീസുകൾ. തഫ്സീറുൽ ഖുർആനി ബിൽ ഖുർആൻ ഉണ്ട്. ശിൻഖീത്തിയുടെ ആധുനിക കാലക്കാരനാണ്. ഓരോ ആയത്തിനും സമാനമായ ആയത്തുകൾ കൊണ്ടുള്ള തഫ്സീർ, ഇമാം ശിൻഖീത്തിയുടെ തഫ്സീർ. അങ്ങനെ ഒരുപാട് ആളുകൾ ഹദീസ് കൊണ്ട്, ആയത്ത് കൊണ്ട്, ചരിത്രങ്ങൾ കൊണ്ട്. തബരി ഇമാമിന്റെ പ്രസിദ്ധമായ തഫ്സീറാണല്ലോ തഫ്സീറു തബരി. അദ്ദേഹം തന്നെ പറയുന്നത്, ഞാൻ എനിക്ക് കിട്ടിയതെല്ലാം ഈ തഫ്സീറിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, നിങ്ങൾ പരിശോധിക്കുക. അതുകൊണ്ടാണ് തബരിയിൽ പല കാര്യങ്ങളും ചിലപ്പോൾ ഇസ്രായേലിയാത്തൊക്കെ കടന്നുകൂടിയത്. കിട്ടിയതെല്ലാം ഒരുമിച്ച് കൂട്ടിയ. തഫ്സീറു റാസിയെ പറ്റി ഇവിടെ പറയപ്പെട്ടു. നേരത്തെ ഉസ്താദ് പറഞ്ഞു, ഇപ്പോൾ അത് സൂചിപ്പിച്ചുകൊണ്ട് ഹുദവിയും പറഞ്ഞു. തഫ്സീറു റാസിയെ പറ്റി തമാശ പറയാറുണ്ട്, ഫീഹി കുല്ലു ഷൈഇൻ ഇല്ല തഫ്സീറ. ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചു, തഫ്സീറു റാസിയിൽ എല്ലാം ഉണ്ട്, തഫ്സീർ ഇല്ലാത്തതുള്ളൂ. ഇതിനർത്ഥം തഫ്സീർ ഇല്ല എന്നല്ല, അതിൽ ഇല്ലാത്തതൊന്നുമില്ല. ഫീഹി കുല്ലു ഷൈഇൻ ഇല്ല തഫ്സീറ. അവര് തന്നെ ജീവിതാവസാനത്തിൽ പറയുന്നുണ്ട്, വലം നസ്തഫിദ് മിൻ ബഹ്സിനാ തൂല ഉംരിനാ സിവാ അൻ ജമഅനാ ഫീഹി ഖീലും വഖാലു. ജീവിതം മുഴുവൻ ഒരുപാട് അന്വേഷണം നടത്തിയിട്ട്
വലം നസ്തഫിദ് മിൻ ബഹ്സിനാ തൂല ഉംരിനാ, ആയുസ് മുഴുവൻ നടത്തിയ ഗവേഷണങ്ങളിൽ നിന്ന് നേടിയത് സിവ അൻ ജമഅനാ ഫീഹി ഖീലും വഖാലു, കുറെ ഖീലും കാലും മാത്രമാണ്. ഈ ഖീലും കാലിയാണ് അവസാനം ബാക്കി കിട്ടിയുള്ളൂ. അരിച്ചു പെറുക്കിയിട്ട് ജീവിതം മുഴുവൻ അന്വേഷണങ്ങളും ഗവേഷണങ്ങളുമായി പോയി. എല്ലാ ഇൽമിലൂടെയും സകലമാന ഇൽമിന്റെ സകലമാന വഴികളിലൂടെ സഞ്ചരിച്ച ആളാണല്ലോ ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന ലോകത്ത്. അത്രമേൽ പ്രസിദ്ധമായ ആ സ്ഥാനപ്പേര് ഒരാൾക്ക് മാത്രമാണുള്ളത്. ഇസ്ലാമിന്റെ എക്കാലത്തിന്റെയും പ്രമാണമായി ജ്വലിച്ചു നിന്ന ഇമാം അബൂ ഹമീദ് അൽ ഗസാലി തങ്ങൾ. ഗസാലി തങ്ങൾ കൈവെക്കാത്ത മേഖലകളില്ല. ഫൽസഫയും എല്ലാ രംഗത്തും ശാസ്ത്രം, ഇന്നത്തെ ശാസ്ത്രമാണ് അന്നത്തെ ഫൽസഫ. സയൻസ് എന്നതൊക്കെ ആധുനിക കാലത്ത് 1 നൂറ്റാണ്ട് മാത്രം പഴക്കമുള്ള പദങ്ങളാണ്. അതിനു മുമ്പൊക്കെ ഫൈലസൂഫായിരുന്നു ശാസ്ത്രജ്ഞൻ, ആലിമു തബീഅ എന്നാണ് പറയുക. അപ്പോ എല്ലാം എന്താ പറയാ, കലക്കി കുടിച്ചു എന്ന് നമ്മൾ പറയാറില്ലേ, ആ ഇമാം ഗസാലി തങ്ങൾ തന്നെ എല്ലാം ഇട്ടെറിഞ്ഞ് പിന്നെ ആത്മീയതയുടെ അവസാന കയങ്ങളിലേക്ക് മുങ്ങുകയാണ് ഇഹ്യാ ഉലൂമുദ്ദീനിലൂടെ. വർഷങ്ങളായുള്ള അന്വേഷണങ്ങളിലൂടെ 10 വർഷത്തെ യാത്രകളിലൂടെ അദ്ദേഹം കണ്ടെത്തുന്നതാണ് അസ്റാറുദ്ദീൻ. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ മേഖലകളിലൂടെയും പോയാലും അവസാനം നമുക്ക് ചെന്നു ചേരാനുള്ളത് ആത്മീയതയുടെ മടിത്തട്ടിലാണ്. ഖുതുബുസ്സമാന്റെ ചാരത്തിരുന്ന് അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുകയാണ്. ആത്മീയത തന്നെയാണ് എല്ലാറ്റിന്റെയും പരിഹാരം. അതുകൊണ്ട് തഫ്സീറിന്റെ വലിയൊരു മേഖല തന്നെ ഇഷാരി തഫ്സീറാണ്. ഇഷാരി തഫ്സീർ എന്ന് പറയുമ്പോൾ ഖുർആന്റെ ബാഹ്യമായ അർത്ഥങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ആ ഒരു അർത്ഥത്തിൽ പരിമിതപ്പെടാതെ ഇനിയും ആഴങ്ങളിലുള്ള ബത്തുനുണ്ട് ഖുർആന് എന്ന് പറഞ്ഞില്ലേ, ആ ബാത്തുനിയായ അർത്ഥങ്ങളിലേക്ക് കൂടിയിട്ട് പോകുന്ന ഒരുപാട് തഫ്സീറുകളുണ്ട്. ഉദാഹരണത്തിന് അൽ ബഹ്റുൽ മദീദ്, ഇബ്നു അജീബ തങ്ങളുടെ അൽ ബഹ്റുൽ മദീദ് ഫി തഫ്സീറിൽ ഖുർആനിൽ മജീദ്. ഇബ്നു അജീബ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു അത്ഭുതമാണ്. നിങ്ങൾ താല്പര്യമുള്ള വിദ്യാർത്ഥികളായതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ തീർച്ചയായും വായിക്കേണ്ട ഒരു തഫ്സീറാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, നോക്കുന്നുണ്ടാവും. അൽ ബഹ്റുൽ മദീദ് അറ്റം കാണാത്ത കടലു തന്നെയാണ്, മഹാസാഗരമാണ്. വളരെ വ്യക്തമായി ആയത്തിന്റെ നേരെ ചൊവ്വ അർത്ഥങ്ങൾ ആദ്യം പറഞ്ഞു. അതെല്ലാം ബോധ്യപ്പെടുത്തിയതിനു ശേഷം പിന്നെ അദ്ദേഹത്തിന് അൽ ഇഷാറ എന്ന് പറഞ്ഞൊരു പറച്ചിലുണ്ട്. അതീ പറഞ്ഞതൊന്നും ആയിരിക്കില്ല, വേറെ ഒരു ലോകത്തേക്ക്, തസൗഫിന്റെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് അതിമനോഹരമായ പദങ്ങളിലൂടെ. വളരെ സംക്ഷിപ്തമായി ഇമാം ഖുശൈരിയുടെ തഫ്സീറുണ്ട് അത് ഈ വിഷയത്തില്, പക്ഷെ വളരെ ദീർഘമായി തന്നെ ബഹ്റുൽ മദീദ് ഉണ്ട്. ഇനി നമുക്കറിയാം ആധുനിക കാലം ഒരു 10-300 വർഷമായിട്ടുള്ളൂ, 315-20 വർഷമായിട്ടുള്ളൂ മഹാനായ ഇസ്മായിൽ ഹിക്കി തങ്ങൾ അവരുടെ റൂഹുൽ ബയാൻ എഴുതിയിട്ട്. റൂഹുൽ ബയാനിലൂടെ ഒക്കെ കടന്നുപോയാൽ ഏത് ലോകത്താ നമ്മളെന്ന് ചിലപ്പം അന്തം വിട്ടു പോകും. ഞാൻ പറയുന്നത് നമുക്കെന്ത് സാധ്യമാകും എന്നതിനെ പറ്റിയാണ്. നമുക്കിവിടെ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ഒരുപാട് ഷർത്തുകളുണ്ട്. 15 ഷർത്തും വായിച്ചാൽ ഇമാം പിന്നെ ഇത്താനില് സുയൂത്ത് ഇമാമ് പറയുന്ന മുഫസ്സിറാവേണ്ട 15 ഷർത്തിൽ നിന്ന് 1, 2, 3 വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മളെ കൊണ്ട് ഇത് കൂട്ടിയാ കൂടൂല. അതുകൊണ്ട് നമ്മൾ നാളെ പോയി തഫ്സീർ എഴുതണം എന്നല്ല ഞാൻ പറയുന്നത്. അത് കുറച്ച് എല്ലാ അർത്ഥത്തിലും സമർത്ഥരായ ആളുകൾക്കുള്ളതാണ്. പക്ഷേ സമർത്ഥരായ ആളുകള് മൻ ജദ്ദ വജദ, പണിയെടുത്താലാവും, അധ്വാനിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല. നിലവിലുള്ള നമുക്കാവുമോ എന്നതാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ലോകത്തിനിയും വലിയ ആലിമീങ്ങൾ വന്നേക്കും, ഇല്ലെന്നൊന്നും നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത്രമാത്രം സൗകര്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാലമാണ്. ഈ സൗകര്യങ്ങളോടൊപ്പം തഖ്വ കൂടിയാൽ വത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്, തഖ്വയുണ്ടെങ്കിലേ ഇൽമു ഫലപ്രദമാകും. ഡാറ്റ കലക്ഷൻ ഇന്നുള്ളതിനോളം സൗകര്യമുള്ള ഒരു കാലവും കഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇൽമുകളുടെ കൂമ്പാരങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. പക്ഷെ തഖ്വയുണ്ടോ എന്നതാണ് പ്രധാനം. തഖ്വയിൽ നിന്ന് ഇത്തരം ഇൽമ് രൂപപ്പെട്ട് വരികയുള്ളൂ. അതുകൊണ്ടാണ് പൂർവികർക്ക് തൗഫീഖ് ഉണ്ടായത്, അവർക്ക് തഖ്വ ഉണ്ടായിരുന്നു. അപ്പൊ ആ തഖ്വ ഇനി ഒരാൾക്കും ഉണ്ടാവില്ലെന്ന് നമുക്കങ്ങനെ പറയാൻ കഴിയില്ല. മഹ്ദി ഇമാമു എന്തായാലും വരാനിരിക്കുന്നതേയുള്ളൂ. സയ്യിദുൽ മുത്തഖീൻ തന്നെയല്ലേ അവര്. അങ്ങനെ എത്രയോ ആളുകൾ ഇനിയും ഇല്ലേ, വരാനുണ്ടാവില്ലേ. അപ്പം ആരും ഇനി ലോകത്ത് ഒരു അത്ഭുതം ഉണ്ടാക്കാൻ വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ശരി, നമ്മുടെ നിലവിലുള്ള സാധ്യത വെച്ച് അള്ളാഹു ഏതെങ്കിലും ഒരു രീതിയിൽ തിരഞ്ഞെടുത്തവരാണ് നമ്മളെന്ന സ്വയം തിരിച്ചറിവിലൂടെ നമുക്ക് ചിലതൊക്കെ ചെയ്യാനുണ്ട്.
ഏതെങ്കിലും ഒരു രീതിയിൽ തെരഞ്ഞെടുത്തത് എന്ന് ഞാൻ ബോധപൂർവം പറഞ്ഞതാണ്. കാരണം ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവര്? വഇന്നഹും ലമിനൽ മുസ്തഫൈനൽ അഖ്യാർ എന്ന് ഖുർആൻ പറഞ്ഞത് പ്രവാചകന്മാരെ പറ്റിയാ. നിങ്ങൾക്കറിയാലോ, വഇന്നഹും ലമിനൽ മുസ്തഫൈനൽ അഖ്യാർ, മുസ്തഫീങ്ങളായ ആളുകളാണ് അമ്പിയാക്കൾ. പക്ഷെ അവർക്ക് മാത്രമല്ല അല്ലാഹു തആല ഇസ്തിഫാ എന്ന പദം ഉപയോഗിച്ചത്. നിങ്ങൾ ആലോചിക്കണം, കൗതുകകരമല്ലേ അല്ലാഹു തആല പറഞ്ഞത് സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ. ഇസ്തിഫാ അമ്പിയാക്കൾക്ക് മാത്രം അല്ലാഹു പരിമിതപ്പെടുത്തിയില്ല. സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഇസ്തിഫാ ചെയ്തവർക്ക് നാം ഈ അനന്തരമായി ഈ കിതാബ് നൽകും. അള്ളാന്റെ കിതാബ് അള്ളാന്റേതാണ്. അള്ളാന്റെ കിതാബ് അള്ളാഹ്ക്കേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ അവകാശമുള്ളൂ. എനിക്ക് അവകാശപ്പെട്ടത് കൊടുക്കേണ്ടവൻ ഞാനാ. അള്ളാന്റെ കിതാബിന്റെ അവകാശി അവൻ തന്നെയാണ്. അവൻ ആർക്ക് കൊടുക്കുന്നോ അവർക്കേ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്തെ എല്ലാറ്റിന്റെ അവകാശി അള്ളാഹുവാണ്. പക്ഷേ താൽക്കാലിക അവകാശങ്ങളും താൽക്കാലിക അവകാശവാദങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം. ചിന്തിച്ചാൽ അതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. സാധാരണ പറയുന്നത് പോലെ നമ്മൾ ഏതൊരു രജിസ്റ്റർ ഓഫീസിൽ പോയാൽ കാണാനുള്ളത് എന്താ? ഒരുപാട് തിരുത്തലുകളാ. ഇന്നാലിന്ന അംശം ദേശം കൃഷി വയസ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരാളുടെ പേരിൽ ഒരു ഭൂമി എഴുതി വെക്കും. കുറച്ചു കഴിഞ്ഞാൽ അത് മാറ്റി എഴുതുകയാണ്. പിന്നെയും കുറച്ചു കഴിഞ്ഞാൽ മാറ്റി എഴുതുകയാണ്. തലമുറകളായി മാറ്റി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഈ മാറ്റം നിരന്തരമായി നടക്കുന്നത്? എഴുതപ്പെട്ടതൊന്നും ശരിയല്ലാത്തത് കൊണ്ടാണല്ലോ പുതിയത് എഴുതേണ്ടി വരുന്നത്. നമ്മൾ അധിവസിക്കുന്ന ഓരോ പറമ്പും പുറമ്പോക്കും പാടവും വയലും നിലവും ഒക്കെ ഒരുപാട് തവണ മാറ്റി എഴുതപ്പെട്ടതാ. ഇന്ന് നമ്മുടെ പിതാവിന്റെ പേരിലോ നമ്മുടെ പേരിലോ ഒക്കെ ആയിരിക്കാം. അത് ഇന്നലെ വേറെ ആരുടെയോ പേരിലായിരുന്നു, മിനിയാന്ന് അവരുടെ പൂർവികരുടെ പേരിലായിരുന്നു. ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? ഭൂമി ആരും ഇവിടെ അവകാശപ്പെടുത്തിയിട്ടില്ല. ഭൂമിക്ക് ഒരേ ഒരു അവകാശിയുള്ളൂ. ഭൂമിയുടെ അവകാശികളെന്ന് നോവലൊക്കെ പറഞ്ഞില്ലേ? ഭൂമിക്ക് ഒരു അവകാശിയുള്ളൂ. അതാരാണ്? ഇതിന്റെ ഒറിജിനൽ അവകാശി അള്ളാഹുവാണ്. അള്ളാഹിനോട് കാശ് കൊടുത്ത് ആരും ഭൂമി വാങ്ങിയിട്ടില്ല. അള്ളാഹു ആർക്കും രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇവിടെ കുറെ ആൾക്കാർ മവാത്ത് ഇങ്ങനെ ഹിയാ ചെയ്ത് പതിച്ചു കൊടുക്കുകയാണ്. അതൊന്നും യഥാർത്ഥ അവകാശമല്ല. അതുകൊണ്ട് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശിയായ അള്ളാഹുവിലേക്ക് തന്നെ എല്ലാ അവകാശവും തിരിച്ചെത്തും. എന്നാൽ ഖുർആന്റെ അവകാശി ആരാണ്? ഖുർആന്റെ അവകാശിയും അള്ളാഹ് തന്നെയാണ്. പക്ഷെ അള്ളാഹ് ഖുർആൻ ആർക്കാ കൊടുക്കുക? സുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, അള്ളാന്റെ അടിമകളിൽ നിന്ന് അള്ളാഹ് ഇസ്തിഫാ ചെയ്തവർക്ക് അള്ളാഹ് കൊടുക്കുന്നതാണ് ഈ കിതാബ്. അതുകൊണ്ട് ആ ഇസ്തിഫാ ചെയ്ത വിഭാഗത്തെ അവിടെ അള്ളാഹു മൂന്നായി തിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയുന്നതാണല്ലോ. നിങ്ങൾ വളരെ എളുപ്പമാണ് സംസാരിക്കാൻ. فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفوز العظيم. മൂന്ന് വിഭാഗം. ഒന്നാമത്തത് അല്ലാഹു തആല പറഞ്ഞു ളാലിമുൽ ലിനഫ്സിഹി. ഒന്നാമത് പറയുന്നത് അതാണ്. ളാലിമുൽ ലിനഫ്സിഹിയാണ്. സ്വന്തം നഫ്സിനോട് അതിക്രമം ചെയ്ത തെറ്റു ചെയ്യുന്ന മനുഷ്യർ തന്നെ, അവർക്കും അല്ലാഹു കിതാബ് കൊടുക്കും. ഒരാൾ തെറ്റു ചെയ്തവനാണ് എന്നതുകൊണ്ട് മാത്രം അള്ളാഹുവിന്റെ കിതാബ് നൽകപ്പെടാനുള്ള ഇസ്തിഫായിൽ നിന്ന് പുറത്താവണമെന്നില്ല. അത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന വാക്കാ. നമ്മളൊക്കെ ളാലിമുൽ നഫ്സിയായിരിക്കും. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഈ കിതാബിന്റെ അനന്തരാവകാശികളാവാൻ പറ്റും. ഇനി വമിൻഹും മുഖ്തസിദ്, ളാലിമുൽ നഫ്സി അല്ലെങ്കിലും ഇനി പറയാൻ പോകുന്ന സാബിഖും ബിൽ ഖൈറാത്തിലേക്ക് എത്തിയിട്ടില്ല. ഏറ്റവും ഉന്നതമായ വസ്സാബിഖൂന സാബിഖൂന ഉലൈക്കൽ മുഖറബൂൻ എന്നൊക്കെ സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞ ഏറ്റവും സാബിഖീങ്ങളിലേക്കൊന്നും എത്താൻ പറ്റിയില്ലെങ്കിലും അതിനിടയിലെ മുഖ്തസിദായ, ഖുർആൻ തന്നെ മറ്റൊരിടത്ത് പറഞ്ഞതുപോലെ മറ്റൊരു വിഭാഗം അവരെ പറ്റി അല്ലാഹ് പറഞ്ഞു ഖലഖു അമലൻ സ്വാലിഹൻ വആഖറ സയ്യിഅ. കുറച്ചൊക്കെ നല്ലതും ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ തെറ്റും പറ്റുന്നുണ്ട്. അവരെ പറ്റി അല്ലാഹു തആല അസല്ലാഹു അൻ യഅഫു അൻഹു, അവർക്കൊക്കെ അല്ലാഹ് പുറത്തു കൊടുക്കാൻ മതി. അപ്പൊ ഇങ്ങനെയുള്ള മുഖ്തസിദായ, ളാലിമുൽ ലിനഫ്സി ആയിട്ടില്ല എന്നാൽ സാബിഖും ബിൽ ഖൈറാത്തും ആയിട്ടില്ല, ഇതിനിടയിലുള്ള മുഖ്തസിദായ ആളുകൾക്കും അല്ലാഹു അവന്റെ കിതാബ് അനന്തരം നൽകും. എന്നാൽ ഏറ്റവും അധികം ഈ കിതാബ് ഉപകാരപ്പെടുക, അനന്തരമായി കിട്ടുക ആർക്കാ? സാബിഖും ബിൽ ഖൈറാത്ത്, വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത് ബിഇദ്നില്ലാഹ്. അപ്പൊ നമ്മള്
അഥവാ കുറച്ചൊക്കെ മോശമാണെങ്കിലും ഈ കിതാബിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലവരാകാൻ അവസരമുണ്ട്. എനിക്കിത് പറ്റൂല, ഇതൊക്കെ മഹാന്മാർക്ക് മാത്രമുള്ളതാണ് എന്ന് നിരാശപ്പെടേണ്ട കാര്യമില്ല. അള്ളാന്റെ കിതാബിന്റെ ഖാദിമീങ്ങളാവാൻ നമുക്കൊക്കെ സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോൾ ഇന്ന് ഏറ്റവും നല്ല അവസരമാണ്. ഇത് പറയാനാണ് ഞാൻ ഇതുവരെയും പറഞ്ഞു വെച്ചത്. ഏറ്റവും നല്ല അവസരം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കിതാബിന് ഖിദ്മത്ത് ചെയ്യാൻ ഇത്രയും നല്ല സൗകര്യം മുമ്പുണ്ടായിട്ടില്ല. എന്താ അള്ളാന്റെ കിതാബിന് ചെയ്യേണ്ട ഖിദ്മത്ത്? കിതാബ് നല്ല പട്ടിൽ പൊതിഞ്ഞു വെക്കലൊന്നുമല്ലല്ലോ ഏറ്റവും വലിയ ഖിദ്മത്ത്. അള്ളാന്റെ കിതാബിനോട് നമുക്ക് ചെയ്യാനുള്ള ഖിദ്മത്ത് എന്താ? ഖുർആൻ തന്നെ പറഞ്ഞു സൂറത്തുൻ നഹ്ലിലൊക്കെ, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. നബിയെ, തങ്ങളിലേക്ക് ഈ കിതാബ് അവതരിപ്പിക്കപ്പെട്ടത്. ഈ കിതാബ് എനിക്ക് സ്വന്തമായി അവതരിപ്പിച്ചാൽ ഞാൻ വിശ്വസിച്ചോളാന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരു സൂറത്തുൽ ഇസ്രായിലൊക്കെ അല്ലാഹ് എടുത്ത് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ആകാശത്ത് കയറി പോകണം. വലൻ നുഅ്മിന ലിറുഖീക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉ ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല. അവർക്കിങ്ങനെ കുട്ടിക്കളിയാണ് ഇതൊക്കെ. നിനക്ക് നല്ല പുഴയുണ്ടെങ്കിൽ, നല്ല തീരമുണ്ടെങ്കിൽ, നല്ല തോട്ടമുണ്ടെങ്കിൽ, നല്ല വീടുണ്ടെങ്കിൽ, കൊട്ടാരമുണ്ടെങ്കിൽ, ഇതൊക്കെയാണ് ഒരു പ്രവാചകന് വേണ്ടത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ ഫതുഫജ്ജിറ ലൻഹാറ ഖിലാലഹാ തഫ്ജീറ. അങ്ങനെ ഓരോന്ന് പറയാണ്. അതിന്റെ കൂട്ടത്തിൽ അവർ പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ഔ തുർഖാ ഫിസ്സമാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയാണ്, മുശ്രിക്കീങ്ങൾ മക്കയിലെ, ഔ തർഖാ ഫിസ്സമാ, ആകാശത്തേക്ക് കയറി പോകണം. അങ്ങനെ കയറി പോയാലും പോരാ. വലൻ നുഅ്മിന ലിറുഖീക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉ. അവിടെ പോയിട്ട് ഒരു പുസ്തകം എടുത്തിട്ട് ഇങ്ങോട്ട് വരണം, അങ്ങോട്ട് ഞങ്ങൾക്ക് തരണം. എന്തേ ഇതൊന്നും? ഇവരുടെ ഈ ഇത്തരം ആവശ്യങ്ങൾ ഖുർആൻ പരിഗണിക്കാതിരുന്നത്? ഓരോരുത്തർക്കും ഖുർആൻ ഇറക്കി കൊടുക്കാനല്ല ഒന്നും ഉദ്ദേശിച്ചത്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്. നബിയെ, തങ്ങൾക്ക് നാം ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നത് അത് ഓരോരുത്തർ വെറുതെ വായിച്ചാ പോരാ. ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് തങ്ങൾ വിവരിച്ചു കൊടുക്കണം. മാ നുസില ഇലൈഹിം, അവതരിപ്പിക്കപ്പെട്ടത് ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണിത്. പക്ഷെ അത് അവരുടെ കയ്യിൽ കൊടുത്തത് കൊണ്ട് അവർക്ക് മനസ്സിലാവില്ല. അത് വിശദീകരിക്കുന്ന ഒരാളുടെ കയ്യിൽ കൊടുക്കണം. അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം തങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം. ലിതുബയ്യിന, ഈ തബീന്, ഈ തഫ്സീർ, ഈ തഅ്വീൽ, ഇത് തഫ്സീർ എന്ന പദം ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. തഅ്വീൽ എന്ന ഖുർആൻ പറഞ്ഞത്. വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്. തഫ്സീർ എന്നത് ആധുനികമായി പിന്നീട് ഉപയോഗിക്കപ്പെട്ട ഒരു പദമാണ്. ഖുർആനിൽ തഫ്സീർ എന്ന് കാണില്ല. ഈ തഅ്വീലും ഈ തഫ്സീറും ഈ തബീനും ഒക്കെ, തബീന് കാണാം. ഈ വിശദീകരണങ്ങളൊക്കെ ആര് നൽകണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഈ തഫ്സീർ എന്നാ പിന്നെ ആ നേരത്തെ തുടങ്ങി വെച്ച സംശയം ബാക്കി ഉണ്ടാവുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ അതേ തഫ്സീർ, അത് ഇബ്നു അബ്ബാസ് തങ്ങൾ ഏറ്റവും വലിയ മുഫസ്സിറാണ്. അതുപോലെ തന്നെ പിന്നീട് താബിഈങ്ങളിലേക്ക് വരുമ്പോൾ എത്രയോ മഹാന്മാരായ ഇമാം മുജാഹിദ് തങ്ങൾ, ഖത്താദ റളിയല്ലാഹു അൻഹു പോലുള്ള വലിയ ആളുകളൊക്കെ അവരിൽ നിന്ന് ഇതൊക്കെ ഉദ്ധരിച്ച്. അത് മാത്രം പോരെ, ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ നമുക്ക് ഇന്ന് നെറ്റിൽ നോക്കിയാൽ കിട്ടും. അത് മുഴുവനായ തഫ്സീർ അല്ല. അവരെ തൊട്ടി പറഞ്ഞതുപോലെ മഹാന്മാരായ ഖത്താദയും മുജാഹിദും ഒക്കെ ഉദ്ധരിക്കുന്നത് മാത്രമേ അതിലുണ്ടാവൂ. അല്ലാതെ ഇബ്നു അബ്ബാസ് തങ്ങളുടെ തഫ്സീർ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോ അത് പോരെ. നമുക്ക് പുതിയതായി എന്തെങ്കിലും ഉണ്ടാക്കാൻ അവസരമുണ്ടോ? നമുക്ക് പുതിയ വ്യാഖ്യാന ലോകങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ആധുനിക ശാസ്ത്രമൊക്കെ പല പുതിയ കണ്ടെത്തലുകൾ നടത്തുമ്പോൾ അതിനനുസരിച്ച് ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിന്റെ അത് വലിയൊരു ചർച്ചയാണല്ലോ. ഞാൻ ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പൊ ഇതിനൊക്കെ സാധ്യതയുണ്ടോ? നിങ്ങൾ നോക്കൂ, ഖുർആന്റെ ഇജാസ് തന്നെയല്ലേ ഇതൊക്കെ. ഖുർആൻ പറയാണല്ലോ, ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം എന്ന് പറഞ്ഞിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടൂടെ? ആയത്താട് തീർത്തൂടെ? ആയത്ത് അങ്ങനെ നിർത്തുക? അങ്ങനെ നിർത്തണ്ട. ഇന്നഹു ഹക്കീമുൻ അലീം എന്നൊക്കെ പറഞ്ഞാൽ പോരെ? നമുക്ക് പലപ്പോഴും തോന്നലതാണല്ലോ. ഖുർആനിലെ ഓരോ ആയത്തും അവസാനിക്കുന്നത് നോക്കിയാൽ വലിയ അത്ഭുതങ്ങളാണ്. വെറുതെ എല്ലായിടത്തും അത് ഫിറ്റ് ചെയ്തതല്ല. ഒരു തജാനുസിന് വേണ്ടി ആയത്തുകളൊന്നായിട്ട് ഒരേ രീതിയിൽ അവസാനിക്കാൻ ചിലയിടത്ത് അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഗഫൂർ റഹീം, അങ്ങനെ അതൊന്നുമല്ല. ഓരോ ആയത്തിലും പറഞ്ഞത് വളരെ കൃത്യമായിരിക്കും. നിങ്ങൾ പരിശോധിച്ചാൽ അത്ഭുതപ്പെടും. ഇതൊക്കെ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരുപാട് മേഖലകളുണ്ട്. തഫ്സീർ എന്ന് പറയുമ്പോൾ അറബിയിൽ എഴുതപ്പെട്ടത് മാത്രമാണെന്നും കരുതരുത്. ഇപ്പൊ ആധുനിക കാലത്ത് പിന്നെ ദക്തൂർ ഫാദിലു സാമുറായി ഉണ്ട്. അദ്ദേഹത്തിന് കുറെ ടെലിവിഷൻ പ്രോഗ്രാമുകളാണ്. അതൊരു തഫ്സീറാണ്.
അത് പിന്നീട് മറ്റുള്ളവർ ഗ്രന്ഥങ്ങളാക്കി തരും. ആധുനിക കാലത്ത് തന്നെ നമുക്കറിയാം, വളരെ അടുത്ത കാലത്ത് മരണപ്പെട്ട ആളാണല്ലോ സയ്യിദ് മുത്തവല്ലി ഷെഹറാവി, ഈജിപ്തിലെ. അദ്ദേഹത്തിന്റെ ഖവാത്തിറു ഷെഹറാവി ഉണ്ട്. ഖവാത്തിറു ഷെഹറാവി അദ്ദേഹം എഴുതിണ്ടാക്കിയതല്ല, അത് ഖവാത്തിർ എന്ന് പറഞ്ഞ മാതിരി തന്നെ അദ്ദേഹത്തിന്റെ ഖുർആൻ സംബന്ധമായ ചിന്തകളാണ്. ആ ചിന്തകൾ പലപ്പോഴും മിസ്റിലെ പള്ളികളിൽ അദ്ദേഹം ഇരുന്ന് സംസാരിച്ചത് മിസ്ർ ലഹ്ജയിലാണ്. നമുക്കത് കേട്ടാൽ പലപ്പോഴും മനസ്സിലാവില്ല. അത് അറബി ആണെങ്കിലും ഒരു മിസ്രി ലഹ്ജ എല്ലാവർക്കും മനസ്സിലാവില്ല. പക്ഷെ അതിന്ന് ഫസീഹ അറബിയിൽ ഖുർആൻ തഫ്സീറായിട്ട് ശിഷ്യന്മാരെ റെഡിയാക്കി തന്നിട്ടുണ്ട്. എല്ലാത്തിനും നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. ഞാൻ പറഞ്ഞത് എന്ത് പഠിക്കണമെങ്കിലും ഇപ്പൊ ജമ്മൽ ജവാമി നല്ലൊരു കിതാബാണ്, നിങ്ങൾക്കൊക്കെ അറിയാലോ. ജമ്മൽ ജവാമിയെ മനസ്സിലാക്കാൻ ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയത് സയ്യിദ് ഹസൻ ബുഖാരി മസ്ജിദുൽ ഹറാമിൽ മക്കയിൽ നടത്തിയ ജമ്മൽ ജവാമിന്റെ 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ദർസുണ്ട്. ആ ദർസിന്റെ വീഡിയോ വളരെ കൃത്യമായി നെറ്റിൽ ലഭ്യമാണ്. ജമ്മൽ ജവാമി മനസ്സിലാക്കാൻ ഏറ്റവും ലളിതമായൊരു മാർഗമാണ്. പക്ഷെ അതിലേറ്റവും ലളിതമാകുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പ്രസംഗിക്കുക ചെയ്യുന്നത് നല്ല ഫസീഹ അറബിയിൽ തന്നെ. പക്ഷെ അത് ഞാൻ എന്റെ പേര് വായിച്ചു നോക്കുമ്പോൾ അതൊരു സ്ത്രീയായിട്ടാണ് മനസ്സിലാകുന്നത്. എന്തോ വിദാദ് എന്നോ മറ്റോ പേരുള്ള ആ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി മസ്ജിദുൽ ഹറാമിലെ ദർസിൽ പങ്കെടുത്തവളാവാൻ സാധ്യതയില്ല. അവര് വീട്ടിലിരുന്ന് ഈ ദർസ് കേട്ടിട്ട് ഇത് മുഴുവൻ ഡയഗ്രാമുകളായിട്ട് വസാലിസുഹ എന്നൊക്കെ അങ്ങനെ ഓരോ ശൈലി ഉണ്ടല്ലോ, അതിനൊക്കെ ഓരോന്ന്. അപ്പൊ ഏതാണ് സാനിം അവലും ഒക്കെ അതിലേക്ക് ഡയഗ്രാം മോഡലായിട്ട് ആധുനിക കാലത്തെ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ വളരെ കൃത്യമായി നമുക്കിങ്ങനെ ഇബാറത്ത് സഹിലാക്കി തരുന്ന വളരെ മനോഹരമായ, അത് ഫുള്ളായിട്ട് തോന്നുന്നത് 600-700 എപ്പിസോഡുകളുണ്ട്. ഇങ്ങനെ തയ്യാറാക്കി വെച്ച എല്ലാ കിതാബിനും ഇന്ന് ഇതൊക്കെ ലഭ്യമാണ്. പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും സൗകര്യമുള്ള ഒരു കാലം കഴിഞ്ഞു പോയിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തഫ്സീറുകളിലും ഇതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ആധുനിക സംവിധാനങ്ങളുള്ള ഒരു കാലത്ത് അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം എന്നുള്ള ഫുൾ സ്റ്റോപ്പ് ഇട്ടുണ്ടായിരുന്നു. ആ ആയത്തിനെ ഇന്നഹു ഹക്കീമും മജീദ് എന്നോ തൻസീലും മിൻ ഹമീദിൻ ഹക്കീമും ഹമീദ് എന്നൊക്കെ അങ്ങനെ കേട്ട് അവസാനിപ്പിച്ചാൽ പോരെ. പക്ഷെ അല്ലാഹു തആല അതല്ലല്ലോ ചെയ്തത്. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം എന്നതിനോട് അല്ലാഹു അത്ഫ് ചെയ്ത് പറയുന്നത് വലഅല്ലഹും യതഫക്കറൂൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണത്തോടൊപ്പം നമുക്ക് ചിന്തിക്കാൻ ഒരു സ്പേസ് ഇട്ടിട്ടാണ് ഖുർആൻ അവിടെ തബീയിനെ പറ്റി പറയുന്നത്. ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തബീയിന് തന്നെയാണ് അവസാന വാക്ക്. പക്ഷെ അതിന് നമുക്ക് ചിന്തിക്കാനുള്ളൊരു സ്കോപ്പ് ഉണ്ട്. വലഅല്ലഹും യതഫക്കറൂൻ, ഈ ഖുർആനിൽ ചിന്തിക്കാൻ അവസരമുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, ഈ ഖുർആൻ അവർ പരിചിന്തനം ചെയ്യുന്നില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്. അല്ല ഹൃദയത്തിന് പൂട്ടിട്ട് നിർത്തുകയാണോ? ഹൃദയത്തിന് പൂട്ടിട്ട് നിർത്തരുത്. പുതിയ കാലത്തെ പുതിയ വികസിതമായ അറിവുകളുടെ സങ്കേതങ്ങളിലൂടെ ഖുർആന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കണം. അത്ഭുതങ്ങൾ കണ്ടെത്താൻ കഴിയും. ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. മംബൂസൂരി തങ്ങൾ പറഞ്ഞതുപോലെ സമുദ്രത്തിന്റെ ആഴങ്ങളെ പോലെ അഗാധതകളും എന്നാൽ സമുദ്രത്തിലെ മുത്തുകളെക്കാൾ മൂല്യമുള്ള അർത്ഥതലങ്ങളുമുള്ള മഹത്തായ ഒരു ഗ്രന്ഥം കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കുകയാണ് ആര്? ഞാന്. നിങ്ങളെ പറ്റി എല്ലാം പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതാണല്ലോ ഇത്. ചെയ്യാത്തവരാണ് ഇവിടെ ഒരുപാട് ആളുകൾ. ഈ ഖുർആൻ വിശദീകരിക്കാൻ ഇത്രയും സൗകര്യമുണ്ടായിട്ട് എന്താണ് അള്ളാഹിനോട് നമുക്ക് മറുപടി പറയാൻ പറ്റുക? എന്തെല്ലാം സൗകര്യങ്ങള്. ഞാൻ ആധുനിക കാലത്തെ ഇൻഷാ അല്ലാഹ് പിന്നെ സംസാരിക്കുന്ന പറഞ്ഞ പോയിന്റ് ഒന്ന് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ എല്ലാ ഞായറാഴ്ചയും രാവിലെ നാട്ടിലൊരു ഖുർആൻ ക്ലാസ് ഉണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ടൈം ഇവിടെ കുറച്ച് വൈകിയത്. ഇവിടെ നോക്കുമ്പോൾ വൈകിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഞാൻ ആ ക്ലാസ്സിന് വേണ്ടി വെറുതെ ഈ പറഞ്ഞതുപോലെ റോഹിൽ ബയാൻ നോക്കി. ഇന്ന് സൂറത്തുൽ ഹദീദിന്റെ തുടങ്ങുകയായിരുന്നു. ഹദീദ് തുടങ്ങുമ്പോൾ ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. 2-3 ആയത്തൊക്കെ ഒരു ദിവസം എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു ആയത്തുമ്മല് ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞു 10,000-ലേറെ ആയത്തുകളുടെ പുണ്യമുണ്ടെന്ന്. ഇർബാദ് ഇബ്നു സാരിയുടെ ഹദീസിൽ പറഞ്ഞ ആയത്താണ് ഇതെന്ന്. അങ്ങനെയുള്ള ഒരുപാട് അതിന്റെ പുണ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു ഉലമാക്കൾ മുഫസ്സിരീങ്ങൾ ഇതിൽ 10-ലേറെ അഭിപ്രായങ്ങൾ അല്ലാഹിറു വൽ പിന്നെ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു എന്നതിന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ തങ്ങൾ 10-ലേറെ എന്ന് പറയുന്നത്
ഒരു തലം. എന്നാൽ റൂഹുൽ ബയാൻ ഇസ്മായിൽ ഹഖി തങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ പേജുകൾ മറച്ചു പോയാൽ തീരണില്ല. 10 അല്ല 20 അല്ല 30 അല്ല, ഒരൊറ്റ 4 പദങ്ങളാണ് ഇതിന്റെ വ്യാഖ്യാനങ്ങൾ. ആ വ്യാഖ്യാന ലോകത്തൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഇതൊക്കെ ഇതിന്റെ അർത്ഥം തന്നെയല്ലേ എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്യും. വെറുതെ എന്തോ പറഞ്ഞു പോവല്ല. ഓരോ തലത്തിലുള്ള തഫ്സീറുകൾ ഞാൻ പറഞ്ഞു, നമ്മൾ പുതിയതൊന്നും കണ്ടെത്തേണ്ടി വരില്ല, ഉള്ളതിൽ ഒന്ന് മുങ്ങിത്തപ്പിയാൽ മതി, അത്ഭുതങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ കൂട്ടത്തിൽ ഞാൻ ഇന്നത്തെ പുതിയ പഠന രീതിയെ പറ്റി മാത്രമാണ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ആ കൂട്ടത്തിൽ അതിലിങ്ങനെ പറഞ്ഞു പോകുമ്പോ ഇത് നോക്കാനുള്ള സൗകര്യം എന്താണ്? എല്ലാ സൗകര്യവും ഉണ്ട്. റൂഹുൽ ബയാനിലൊരു പ്രശ്നം, നിങ്ങൾ റൂഹുൽ ബയാനിൽ പലരും നോക്കിയവരായിരിക്കുമല്ലോ. റൂഹുൽ ബയാനിൽ ഇങ്ങനെ അറബിയിൽ സഹിലായിട്ട് വരുന്നതിന്റെ ഇടയിൽ നമ്മളൊരു മെയിൻ റോഡിൽ നിന്ന് പെട്ടെന്ന് അറിയാതെ മറ്റൊരു റോഡിലേക്ക് കയറണമാതിരി ഫാർസിയിലേക്ക് അടുക്കും. അറിയാലോ, ഒരു മുന്നറിയിപ്പും ഉണ്ടാവില്ല. അറബി നേരെ ഫാർസിയിലേക്ക് അടുക്കും. നല്ല നല്ല മസ്നവിയിലെ കവിതകളൊക്കെ ധാരാളം കൊടുക്കും ഓരോ വിഷയത്തിന്. ഇവർക്ക് പിന്നെ റൂഹുൽ ബയാന്റെ ഒരു പ്രത്യേകത അതാണല്ലോ, നല്ല പോയിന്റുകളായിരിക്കും. പക്ഷെ നല്ല പോയിന്റിന്റെ മർമ്മത്തിലെത്തുമ്പോൾ അത് കാരണം ഫാർസിയിലായിരിക്കും അതിനെപ്പറ്റിയുള്ള കവിത. റൂമിയുടെയും മറ്റും കവിത, ജലാലുദ്ദീൻ റൂമിയുടെ അതിമനോഹരമായ കവിത, മസ്നവിയിലെ കവിതകളൊക്കെ ആ വിഷയത്തിന് ആപ്റ്റായ, അത്ഭുതപ്പെടുത്തുന്ന, നമ്മളങ്ങനെ ത്രസിപ്പിക്കുന്ന പല കവിതകളും ഇതിലുണ്ടാവും. പക്ഷെ ഫാർസിയിലായിരിക്കും. ഇത് ഞാൻ ഇന്ത്യയിലായിരുന്ന കാലത്തും ഞാനിത് നോക്കാറുണ്ട്. എന്നെ വല്ലാതെ ആകർഷിച്ചൊരു തഫ്സീറാണ് റൂഹുൽ ബയാൻ. ഹനഫി ഫിഖ് ആണ്, അതുകൊണ്ട് അത് നമ്മൾ ഷാഫി ഫിഖുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോട് അത് ശ്രദ്ധിക്കണം എന്ന് മാത്രം. കുഴപ്പമില്ലല്ലോ, എല്ലാ മദ്ഹബുകളും ശരിയാണല്ലോ. അപ്പോ അതൊരു പ്രയാസമായിരുന്നു. ഫാർസി ഒന്നും ഇനിയിപ്പോ പഠിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഒരാൾക്ക് എന്തായാലും നടക്കില്ല. നിങ്ങൾ ദാറുൽ ഹുദയിലെ കുട്ടികൾക്ക് എന്തും പഠിക്കാം, അതുപോലെ അല്ലല്ലോ ഞങ്ങളൊന്നും. നിങ്ങളുടെ തലമുറയുടെ സൗഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഭാഷയിലൊക്കെ ഒരുപാട് പരിമിതിയുണ്ട്. ഇപ്പൊ ഫാർസിയും ഉറുദു ഒക്കെ ഇനി എന്തായാലും ഇനിയിപ്പോ ഒരു റൂഹുൽ ബയാൻ നോക്കാൻ വേണ്ടി ഫാർസി പഠിക്കൽ നടക്കില്ല. ഇവിടെയാണ് നാം പുതിയ കാലത്തെ സൗകര്യം. ഞാനിത് നോക്കുന്നത് മക്തബത്തു ഷാമിലയിൽ എല്ലാ തഫ്സീറുകളും ലഭ്യമാണ്. ഒരായത്തിന് ഏത് തഫ്സീറും മാറ്റി മാറ്റി നോക്കാൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവുന്ന സൗകര്യം. പണ്ടൊക്കെ ഓരോ കിതാബ് എടുത്ത് ഈ കിതാബ് ആ കിതാബ്, അല്ലെങ്കിൽ കിതാബൊക്കെ ഇടുന്ന സംഘടിപ്പിക്കുക, ഇതൊന്നും വേണ്ടല്ലോ ഇന്ന്. എല്ലാം നമ്മുടെ വിരൽ തുമ്പിലാണ്. അപ്പൊ ഞാൻ ഡെസ്ക്ടോപ്പിലാണ്, മൊബൈലിൽ ഇങ്ങനെ നോക്കുമ്പോൾ വളരെ ചെറിയ സ്ക്രീനല്ലേ, മിനി സ്ക്രീനിൽ പ്രയാസമാണ്. വലിയ പിന്നെ ബിഗ് സ്ക്രീനിലേക്ക് മാറ്റിയിട്ട് അവില നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ വളരെ സൗകര്യം. അപ്പോഴാണ് ചാറ്റ് GPT, ജെമിനി, എല്ലാ സൗകര്യവുമുള്ള ഒരു കാലം. ഒരു ഫാർസി പദം വന്നാൽ, ഒരു കവിത വന്നാൽ, ഒരു പേജ് മുഴുവൻ വന്നാൽ വെറുതെ മൗസ് കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്ത് റൈറ്റ് മൗസ് നെക്കിയിട്ട് കോപ്പി ചെയ്ത് അത് നേരെ കൊണ്ടുപോയി ചാറ്റ് GPTയിൽ പിന്നെ പേസ്റ്റ് ചെയ്താൽ, നേരത്തെ എനിക്ക് ഇഷ്റഹ് അൽക്കലി പിന്നെ ഫഖ്റത്ത് താലിയ ഇലൽ അറബിയ എന്നോ മറ്റോ ഒരു പ്രോംപ്റ്റ് ഞാൻ കൊടുത്തു വെച്ചിരുന്നു ഏതോ കാലത്ത്. ഇനി പിന്നെ പ്രോംപ്റ്റ് ഒന്നും വേണ്ട. ഒരിക്കൽ നമ്മൾ എന്താണോ ചാറ്റ് GPTയോട് ആവശ്യപ്പെട്ടത് അത് കൃത്യമായി എത്ര തവണ, എത്ര വൈകി, എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും, അതിനിടയിൽ നമ്മൾ മറ്റു പലതും ചാറ്റ് GPTയോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചോദിച്ചത് പണ്ട് ചോദിച്ചതിന്റെ ബാക്കിയാന്ന് മനസ്സിലാക്കാൻ ചാറ്റ് GPT കഴിയും. അതുകൊണ്ട് പ്രോംപ്റ്റ് പോലും വേണ്ട, വെറുതെ പേസ്റ്റ് ചെയ്താൽ അപ്പൊ തന്നെ ഇലൈക ഷറഹുൽ കലിമാത്തി താലിയ ബിൽ അറബിയ. എപ്പോഴോ ഞാൻ ചോദിച്ചിരുന്നു ഇതൊന്ന് മലയാളത്തിലും പറഞ്ഞു തരുമോ, അപ്പം മലയാളം അതിന്റെ അടിയിൽ വരും. ഇത്രയും സൗകര്യമുള്ള ഒരു കാലമുണ്ടോ? ഏത് ഫാർസി കവിതയും നമ്മൾ റൂഹുൽ ബയാൻ അടക്കമുള്ള തഫ്സീർ നോക്കുമ്പോൾ മനസ്സിലാവാത്ത. ഇനി ഞാൻ ഇന്ന് തന്നെ അത്ഭുതപ്പെട്ട മറ്റൊരു കാര്യം, ഒരു ഇബാറത്ത് തന്നെ വല്ലാതെ ഇഷ്കാലാക്കി. ക്ലാസിന്റെ സമയമാവാനും പോകുന്നുണ്ട്, ഇനി പൈമിൽ കെട്ടിമറയാൻ ഹല്ല് ചെയ്യാൻ സമയമില്ല. ഉടനെ ഞാൻ അറബി ഇബാറത്ത്, നമുക്ക് അങ്ങനെ കുടുങ്ങില്ല ചിലപ്പോൾ ഇബാറത്ത് ഹല്ല് ചെയ്യാൻ, അതങ്ങനെ തന്നെ ചാറ്റ് GPTയിൽ ഇട്ടു. ഒന്നും പറഞ്ഞില്ല, ഇബാറത്ത് ഇട്ടുള്ളൂ. അപ്പൊ കൃത്യമായി അത് ഹല്ല് ചെയ്ത് അവിടെ എന്താണ് ആ പദങ്ങൾ, ആ പദം തന്നെ ഉപയോഗിക്കാൻ കാരണമടക്കം വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെ സൗകര്യമുള്ള ഒരു കാലത്ത്. അപ്പൊ നമുക്ക് ഇനി ഉസ്താദുമാരൊന്നും വേണ്ടേ, ആകെ ചാറ്റ് GPT ആണ് നമ്മുടെ ഉസ്താദ്, അല്ലെ ജെമിനിയാണ് ഉസ്താദ്, ജെമിനി ചേച്ചിയാണ് എൻ്റെ ഉസ്താദ് എന്ന് പറയാൻ പറ്റുമോ? ശറയ്യ ഇൽമ് നമ്മൾ ശരിയായ സനദുള്ള, ചാറ്റ് GPTക്ക് റസൂലുള്ളാഹിയിലേക്ക് മുത്തസലായ ഒരു സനദും ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഇമാമിയങ്ങളിലേക്ക് മുത്തസലായ സനദുള്ള ആളിൽ നിന്ന് തന്നെ ഇൽമു പഠിക്കണം. പക്ഷെ ഇതൊക്കെ നമ്മുടെ സഹായമാണ്. ദാറുൽ ഹുദയിലെ മഹാന്മാരായ ഉസ്താദ്, പ്രിയപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് ത്വവ്വലല്ലാഹു ഉംറഹു, മഹാൻ അവറുകളെ പോലെ ശരിയായ സനദുള്ള
പണ്ഡിതന്മാരിൽ നിന്നാണ് നിങ്ങൾ ഇൽമു പഠിക്കുന്നത്. ദാറുദയിലെ എല്ലാ ഉസ്താദുമാരും ഇൻഷാ അല്ലാഹ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന സനദുണ്ട്. പക്ഷെ അവരിലേക്ക് നിങ്ങൾക്ക് എത്താൻ നിങ്ങൾക്ക് വണ്ടി പിടിച്ച് വരണ്ടേ? ആ വണ്ടി പിടിക്കലാണ് ChatGPT, അതാണ് ജെമിനി. അല്ല നിങ്ങളുടെ ഇൽമൊരിക്കലും ChatGPTയും ജെമിനിയോടും ചേർത്തല്ല. അതൊക്കെ സഹായങ്ങളാണ്. ഇൽമ അതിന്റെ അഹ്ലുകാരിൽ നിന്ന് തന്നെ പഠിക്കണം. കാരണം ഈ ദീൻ അമാനത്താണ്. അതുകൊണ്ട് ഫൻദുറു അമ്മൻ തഖുദൂന മിൻഹു ദീനക്കും. ദീൻ എവിടെ നിന്നുള്ളത് പ്രധാനമാണ്. അത് ChatGPTയിൽ നിന്നും ജെമിനിയിൽ നിന്നും ക്ലോഡിൽ നിന്നും പിന്നെ പറ്റില്ല. അത് ഉസ്താദുമാരിൽ നിന്ന് തന്നെ പഠിക്കണം. പക്ഷെ നമുക്ക് ഡിക്ഷണറി നോക്കുന്നത് പോലെ മുസ്ലിം പോലും അല്ലാത്ത ആളുകൾ എഴുതിയ പിന്നെ ഡിക്ഷണറികൾ നമ്മൾ അവലംബിച്ചുകൊണ്ട് തന്നെയല്ലേ ദർസിലൊക്കെ ഈ കാലം വരെ പോയിരുന്നത്. അപ്പൊ അതൊക്കെ പോലെ പല വിഷയങ്ങളിലും നമ്മൾ മുബ്തദിഈങ്ങളുടെയും അതുപോലെ മുഅ്തസിലത്തിന്റെയും ഒക്കെ കിതാബ് നമ്മൾ പിന്നെ അദാത്തുകളായിട്ട് പഠിച്ചിട്ടില്ലേ? അങ്ങനെയൊക്കെ ചെയ്യുന്നത് പോലെ നമുക്കിതിനെയൊക്കെ ഉപയോഗിക്കാമെന്ന് മാത്രം. ഇവിടെ തഫ്സീറിൽ പറഞ്ഞു, സമഖ്ശരിയുടെ തഫ്സീർ കശാഫ്, ജാറുള്ള എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് ഇമാം സമഖ്ശരി. കഅബയിൽ തന്നെ അദ്ദേഹം താമസിച്ചത് കൊണ്ടാണ്, സിലറാമിൽ തന്നെ ഒരുപാട് കാലം കഴിഞ്ഞു കൂടിയത് കൊണ്ട് ബൈത്തുല്ലാഹിയുടെ ജാറായിട്ട് ജാറുള്ള എന്നറിയപ്പെട്ട ആള്. അദ്ദേഹത്തിന്റെ ആ തഫ്സീറിനോട് അവലംബിച്ചാണ് ഇമാം ബൈളാവി ഒരുപാട് സ്ഥലത്ത് അത് പറയുന്നുണ്ട്. അവര് ഞാൻ കശാഫിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അവലംബിച്ചത് എന്ന്. എത്രയോ പിൽക്കാലത്ത് വന്ന തഫ്സീറുകള് കശാഫിനോട് കടപ്പെട്ടുകൊണ്ടാണ്. പക്ഷെ എന്ന് വെച്ച് കശാഫിനൊരു ഇത്തിസാൽ വാദമുണ്ടായിരുന്നു. അദ്ദേഹം മുഅ്തസിലിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇത്തിസാല് നമ്മൾ മാറ്റി നിർത്തുന്നു. പക്ഷേ ലുഗത്തിന്റെ കാര്യത്തിൽ അതുപോലെ ഒരുപാട് തഫ്സീറിൽ തന്നെ അദ്ദേഹം വലിയൊരു ഇമാം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ചില മേഖലകളിൽ നമുക്ക് മറ്റു സംവിധാനങ്ങളെ സ്വീകരിക്കാവുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ശരി, പറഞ്ഞു വരുന്നത് ഇന്നത്തെ കാലത്ത് വളരെ കൃത്യമായി ഒരു ഇബാറത്തിൽ ഹല്ല് ചെയ്യണമെങ്കിൽ പോലും, ഒരു ഭാഷ വിവർത്തനം ചെയ്യണമെങ്കിൽ ഇതിനൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാതെ ഇരിക്കുന്ന ഇരിപ്പിൽ ഒരേ ക്ലിക്കിൽ നടക്കും. അപ്പൊ കൂട്ടത്തിൽ എനിക്ക് ഒരു വെറുതെ കൗതുകമായി റൂഹുൽ ബയാനിൽ ഒരു വിഷയം ഇങ്ങനെ വന്നു. നമ്മുടെ പിന്നെ കുട്ടിക്കാലത്ത്, യുവകാലത്ത്, പ്രായമാകുമ്പോ ഒക്കെ ഉള്ള ഓരോ തർബിയത്ത്. അതായത് കുട്ടിക്കാലത്ത് ഉമ്മ വാപ്പി നമ്മളെ നോക്കും, പിന്നെ യുവകാലത്ത് കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഭാര്യയെ ഭർത്താവ് നോക്കും, ഭർത്താവിനെ ഭാര്യ നോക്കും. വലുപ്പമാകുമ്പോൾ ഇതേ നമ്മള് ഉമ്മനും വാപ്പനെയും തിരിച്ചു നോക്കും. നമ്മള് വലിപ്പമാകുമ്പോൾ നമ്മുടെ മക്കള് നമ്മളെ നോക്കും എന്നൊക്കെ പറയുന്ന ഒരു ഇതിനു വേണ്ടി അവ്വൽ ആഖിർ വിവരിക്കുമ്പോൾ അതിന്റെ ഒരു തഫ്സീറിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് വെറുതെ തോന്നി, ഒരു പദം തോന്നി. ഹിന്ദു പുരാണത്തിൽ വരുന്ന നസ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, അതിന്റെ തുടക്കത്തില് ഇതേ ഒരു പ്രയോഗം വരുന്നുണ്ട്. കുട്ടിക്കാലത്ത് പിതാവിനാലും യൗവനകാലത്ത് ഭർത്താവിനാലും പിന്നെ വാർദ്ധക്യകാലത്ത് മക്കളാലും സംരക്ഷിക്കപ്പെടുന്നവളാണ് സ്ത്രീ. അതുകൊണ്ട് സ്ത്രീക്ക് മറ്റൊരു പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞത്. അല്ലാതെ സ്വാതന്ത്ര്യം വേണ്ടെന്നല്ല, എല്ലായിടത്തും സംരക്ഷകരുണ്ട് എന്ന അർത്ഥത്തില്. പക്ഷെ എനിക്ക് ഇവിടെ ഇതിനോട് നല്ല ഫിറ്റായി വരുന്നു ആ വാക്കും തോന്നിയപ്പോ. അപ്പൊ എനിക്ക് തോന്നി അത് ഇവിടെ നമുക്കൊരു പ്രസംഗത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണല്ലോ. അവിടെ ക്ലാസ്സിൽ ഈ തഫ്സീറിൽ പറഞ്ഞ ഈ കാര്യവും ഈ പുരാണത്തിൽ പറഞ്ഞ കാര്യവും. പക്ഷെ അതിനാകെ എനിക്ക് ഇന്ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ള വാക്യം കിട്ടുന്നുള്ളൂ. ബാക്കി അതിന്റെ തുടക്കത്തിലുള്ള സംസ്കൃത ശ്ലോകം കിട്ടണില്ല. അപ്പോഴും എന്താ വഴി? ഉടനെ ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്. ChatGPTയുടെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഡെസ്ക് ടോപ്പിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഇന്ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് മലയാളത്തിൽ എഴുതണമെങ്കിൽ ഡെസ്ക് ടോപ്പിൽ നമുക്ക് മലയാളത്തിൽ എഴുതാൻ പ്രയാസമാണ്. മൊബൈലിലാണെങ്കിൽ സുഖം എന്താ, കൈകൊണ്ട് ഇങ്ങനെ എഴുതിയാൽ മതി. മലയാളത്തിൽ എഴുതുന്ന മലയാളത്തിൽ വരുമല്ലോ. അപ്പൊ ഉടനെ എന്ത് ചെയ്തു, മൊബൈൽ എടുത്തിട്ട് അതിലെഴുതി, അത് കിട്ടി. പക്ഷെ ഈ കിട്ടിയത് നേരെ അപ്പൊ വേറെ ചിന്ത വന്നു, ഇത് ഡെസ്ക്ടോപ്പിലേക്ക് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മാറ്റാൻ ഇഷ്ടം പോലെ വഴിയുണ്ട്, കോപ്പിയും പേസ്റ്റും ഒക്കെ നമുക്ക് അങ്ങോട്ട് അയക്കൊക്കെ വേണം. അതൊന്നും അല്ലാതെ എന്റെ മൊബൈൽ സ്ക്രീനിൽ ഞാൻ എഴുതുന്നത് ഇൻപുട്ടായിട്ട് ഡെസ്ക്ടോപ്പിൽ വരുമോ? ഒരാവശ്യം ഉണ്ടാകുമ്പോഴാണ് ഓരോ ചിന്തിക്കുക. അപ്പോൾ ഞാൻ ജെമിനിയോട് ചോദിച്ചു, മൊബൈൽ സ്ക്രീന് പിന്നെ ഡെസ്ക്ടോപ്പിന്റെ പിന്നെ എന്താണ് ഒരു പ്രോംപ്റ്റ് നമുക്ക് ഏകദേശം കൊടുത്താൽ മതി, ഇൻപുട്ടായിട്ട് അല്ലെങ്കിൽ കീബോർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പോൾ ഉടനെ ജെമിനി പറഞ്ഞു, അതിന് ഇന്നത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇതൊക്കെ പറഞ്ഞ് നോക്കി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഞാനിവിടെ എഴുതുന്നത് അവിടെ കാണുക.
ഞാൻ പറഞ്ഞു വരുന്നത് എത്ര സൗകര്യമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഡെസ്ക്ടോപ്പിൽ പോലും നമ്മളിവിടെ എൻ്റെ മൊബൈൽ സ്ക്രീനിൽ ഞാൻ ഇവിടെ എഴുതുമ്പോൾ ഡെസ്ക്ടോപ്പിൽ അതിങ്ങനെ കാണുകയാണ്. അത് ഇൻപുട്ടായിട്ട് തന്നെ മിറർ ചെയ്യണ കാര്യമല്ലേ ഈ പറഞ്ഞത്. നമ്മുടെ മൊബൈലുള്ളതൊക്കെ പിന്നെ ഇതിന്റെ സ്ക്രീനിൽ കാണും, ഇതിന്റെ ഡെസ്ക്ടോപ്പിന്റെ. അത് മിറർ ചെയ്താൽ മതി. പക്ഷെ ആ മിററിങ്ങിൽ പക്ഷെ ഇൻപുട്ടായി വരില്ല. ഇവിടെ ഉള്ളത് അവിടെ കാണുന്നുള്ളൂ. അത് അവർ ഇൻപുട്ടായി എടുത്ത് അടുത്ത പ്രോസസ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് അവിടെ ഇൻപുട്ട് ആവണം. അതായത് ടൈപ്പ് ഇവിടെ ചെയ്യണം. ടൈപ്പ് ഇവിടെ ചെയ്യുമ്പോൾ അത് കാണുന്നത് സ്ക്രീനിലാണെങ്കിൽ നമുക്ക് മലയാളം ഇങ്ങനെ കൈകൊണ്ട് എഴുതുന്നത് അവിടെ കിട്ടും. പറഞ്ഞാൽ അവിടെ എഴുതി തരും. എല്ലാ സോഫ്റ്റ്വെയറുകളുമുള്ള കാലം, എല്ലാ സൗകര്യവുമുള്ള കാലം. ഇനി എന്ത് കാത്തു നിൽക്കുന്നു എന്നാണ് നമ്മളോട് നമ്മൾ ചോദിക്കേണ്ടത്. പണ്ടൊരിക്കൽ മിനായിലൊരു ഹജ്ജ് വേളയിൽ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്, നമ്മുടെ ഖുതുബുസ്സമാന്റെ അടുത്ത് നിന്നാണല്ലോ സംസാരിക്കുന്നത്, അതുകൊണ്ട് നല്ലവരെ പറ്റി പറയാം. ChatGPT ജബിനൊക്കെ അവിടെ കേട്ടെ. അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, ഞങ്ങളൊക്കെ സംഘടനാ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് ഇല്ലൻ്റിൽ കത്തെഴുതിയിട്ടാണ് ആളുകളെ യോഗത്തിന് വിളിക്കുക. അത് അവർക്ക് കിട്ടിയല്ലേ എന്ന് പോലും അറിയില്ല. ആഴ്ച കഴിഞ്ഞൊരു കത്ത് കിട്ടി, ആള് വന്നില്ലെങ്കിലേ ഇയാൾക്ക് കത്ത് കിട്ടിയില്ല എന്നറിയുള്ളൂ. ഇന്ന് ഏത് 10-15 കൊല്ലം മുമ്പാണ് മിനായിൽ വെച്ച് അവർ പറയുന്നത്, എല്ലാ രാജ്യത്തെയും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള സഹോദരങ്ങൾ ഹജ്ജിന് വന്നപ്പോൾ ഗ്ലോബൽ സെന്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഗൾഫിന് മൊത്തമായൊരു സെന്റർ ഉണ്ടാക്കാൻ വേണ്ടി മിനയിലൊന്ന് ഒരുമിച്ച് കൂടി അവിടെ വെച്ച് പറഞ്ഞതാ. ഞങ്ങളുടെ കാലത്ത് ഇല്ലൻ്റിൽ കത്തെഴുതിയിട്ട് ആളുകളെ യോഗത്തിന് വിളിക്കണ കാലം. ഞങ്ങളോടൊക്കെ അള്ള ചോദിക്കല്, അന്ന് നിങ്ങൾ ഇല്ലൻ്റിൽ കത്തെഴുതി ആളുകളെ വിളിച്ച് യോഗം ചേർന്നോന്നാ. ഓരോരുത്തർക്ക് നൽകപ്പെട്ട സൗകര്യങ്ങളാണ് അവരോട് ചോദിക്കപ്പെടുക. അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, ഞാൻ കേട്ടത്, ഞാൻ അറിഞ്ഞത്, ഇന്ന് നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കമ്പ്യൂട്ടറിൽ ഒരു കത്തുണ്ടാക്കിയിട്ട് ഒന്നങ്ങോട്ട് നെക്കിയാൽ ക്ലിക്ക് ചെയ്യാനുള്ള ഉസ്താദ് പറഞ്ഞാണത്. അന്ന് ഇന്നത്തെ മാതിരി ഈ പറയുന്ന ChatGPT ജെമിനി ഇല്ല എന്ന് മാത്രമല്ല, വാട്സപ്പ് പോലും ഇല്ലാത്ത കാലമാണ്. കേവലം ഇമെയിൽ മാത്രം വന്ന ഒരു കാലം. ഇന്ന് എനിക്ക് കിട്ടിയ വിവരം, കമ്പ്യൂട്ടറിൽ നിങ്ങളൊരു കത്തുണ്ടാക്കി ഒന്നങ്ങോട്ട് നെക്കിയാൽ ഒരുപാട് ആളിലേക്ക് അപ്പൊ തന്നെ അതായിട്ട് എത്തുന്നതാണ്. എന്ന് മാത്രമല്ല, അവരത് വായിച്ചോന്ന് ഇവിടെ അറിയാൻ കഴിയുന്നു. നിങ്ങളോട് ചോദിക്കുക അതിനെപ്പറ്റിയാണ്. ഓരോരുത്തർക്കും നൽകപ്പെട്ട സൗകര്യങ്ങളെ പറ്റിയാണ് ചോദിക്കപ്പെടുക. 15 വർഷത്തോളം മുമ്പ് അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെ പറഞ്ഞുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്നോടും നിങ്ങളോടും എന്താ ചോദിക്കുക? സകല സൗകര്യങ്ങളും, ഒരു പ്രസന്റേഷൻ വേണമെങ്കിൽ, ഒരു ഡിസൈനിങ് വേണമെങ്കിൽ, ഒരു സ്ക്രിപ്റ്റ് വേണമെങ്കിൽ, ഒരു ഗ്രന്ഥം മുഴുവനും നിങ്ങൾക്ക് മൈൻഡ് മാപ്പ് ചെയ്ത് തരണമെങ്കിൽ, അത് തന്നെ ഓഡിയോ ഫയലാക്കി തരണമെങ്കിൽ, വീഡിയോ ഫയലാക്കി തരണമെങ്കിൽ, ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എല്ലാം ഇഷ്ടം പോലെ ഇന്ന് AI-യിൽ ലഭ്യമാണ്. ഒരു പുസ്തകം കൊടുത്താൽ അതിന് മൈൻഡ് മാപ്പ് ചെയ്ത് തരും. മിനിറ്റുകളെ വേണ്ടു. അതിലുള്ള മുഴുവൻ വിഷയങ്ങളും. ക്വിസ് വേണമെങ്കിൽ അങ്ങനെ തരും, ചോദ്യോത്തരങ്ങളാക്കി തരണമെങ്കിൽ അങ്ങനെ തരും, ഏതു ഭാഷയിൽ വേണമെങ്കിൽ അത് തരും. നിങ്ങളെ പഠിപ്പിച്ചേ അടങ്ങൂ എന്ന് വാശിയിൽ നിൽക്കുകയാണ്. ഇത്രയും സൗകര്യമുള്ള ഒരു കാലത്ത് അള്ളാഹിന്റെ കിതാബിന്റെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ, ഇതിൽ നിന്ന് എല്ലാം സ്വാംശീകരിച്ച് പൗരാണിക തഫ്സീറുകളെ അതിന്റെ ആദരവോടെ പഠിപ്പിച്ചതിനു ശേഷം, ഇശാരിയായ തഫ്സീറുകളെ അതിന്റെ ആഴങ്ങളോടെ സൂചിപ്പിച്ചതിനു ശേഷം, ആധുനിക തഫ്സീറുകളിൽ നിങ്ങൾക്കാവുന്ന ഗവേഷണങ്ങൾ നടത്തി ഈ ആയത്തിന് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയും ഒരു വ്യാഖ്യാനത്തിന് പഴുതുണ്ടെന്ന് ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ഈ ഖുർആനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഇത് പുറത്ത് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ഇത് ദാറുൽ ഹുദയിലെ, ജാമിയയിലെ, അതുപോലുള്ള മഹത്തായ സ്ഥാപനങ്ങളിലെ ഖുർആൻ ഡിപ്പാർട്ട്മെന്റിനോടാണ് സംസാരിക്കേണ്ടത്. നമ്മുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഇതിന് മുന്നോട്ട് വന്നതിൽ, ഇത്തരമൊരു സെമിനാറിന് അല്ലെങ്കിൽ ഇത്തരമൊരു പരിപാടിക്ക് മുന്നോട്ട് വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷം കൊണ്ടാണ് സമയത്തിന്റെ ദൈർഘ്യവും പരിമിതിയും ഒന്നും ഓർക്കാതെ ഞാൻ പറഞ്ഞു പോകുന്നത്. നമുക്കൊരു വലിയ ബാധ്യതയുണ്ട്. കൂട്ടായി നമുക്ക് ചെയ്യാവുന്നതാണിത്. ദാറുൽ ഖുർആൻ ഡിപ്പാർട്ട്മെന്റ്, ജാമിയ നൂരിയുടെ ഖുർആൻ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ നമുക്ക് സഹകരിക്കാവുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മൗദൂഇയ തഫ്സീറുകളിൽ ഇന്ന് വലിയ പഠനങ്ങൾ നടക്കുന്നു എന്ന് ഉസ്താദ് ഇവിടെ പറഞ്ഞു. ആ പഠനങ്ങൾ ആരെങ്കിലും നടത്തുന്നതിൽ മതിയാക്കാതെ ഞാനും അതിന്റെ ഭാഗഭാക്കാവണമെന്ന് ചിന്തിക്കേണ്ട
ഇവിടെയും ഒരുപാട് ആളുകൾ ഖുർആനെതിരെ വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ അതിന് മറുപടി പറയേണ്ട ബാധ്യത എന്റേതാണ് എന്ന് ഓരോരുത്തരും തിരിച്ചറിയുന്ന ഒരു അനിവാര്യതയിലാണ് നമ്മളുള്ളത്. അത് ബോധ്യപ്പെടുത്താൻ മാത്രം ഈ സമയം ഉപയോഗപ്പെടുത്തുന്നു. ഇനി വീണ്ടും നിങ്ങളോട് സമയമുണ്ടെങ്കിൽ ഉസ്താദ് സംസാരിക്കും. ബാക്കി കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ അപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ അപ്പോൾ പറയാം. ദീർഘിച്ചു പോയെങ്കിൽ ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും. ദീർഘമായി പറയുന്നില്ല, ഉസ്താദിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചു. ഞാൻ നിർത്തിയ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. തഫ്സീറിലാണ് നമ്മൾ ആരംഭിച്ചത്. നമ്മുടെ വിഷയത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് കോണ്ടക്സ്റ്റിനെ കുറിച്ചാണ്. ഖുർആൻ അവതരിച്ച കാലം, ഖുർആൻ വായിക്കപ്പെടുന്ന കാലം എന്നതൊക്കെ നമ്മൾ ഗൗരവത്തോടെ ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ മേഖലയിൽ ഒരുപാട് പുതിയ പഠനങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സിലബസുകളിൽ, നമ്മുടെ പഠന വിഷയങ്ങളിലൊക്കെ വരുന്ന, പ്രത്യേകിച്ചും ഖുർആനുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ, ഉസൂലു തഫ്സീർ ആകട്ടെ, ഉലൂമുൽ ഖുർആൻ ആകട്ടെ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയും തഫ്സീർ പഠനത്തിന്റെ ഏറ്റവും പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഇൽമുകളാണ് എന്ന് പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ വിസ്മരിച്ചു പോകുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൂറത്ത്, ഒരായത്ത് അത് മക്കിയാണ് മദനിയാണെന്ന് പറഞ്ഞാൽ അത് കേവലം മക്കിയാണ് മദനിയാണെന്ന് അറിയുക എന്നത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്വം എന്ന് ധരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ശരിക്കും ക്ലാസിഫിക്കേഷൻ ഓഫ് വേഴ്സസ്, ഖുർആനിക ആയത്തുകളുടെ ഒരു ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ഒരു ക്രമീകരണം, ഇത് മക്കിയാണ്, ഇത് മദനിയാണ്, ഇത് നഹാരിയാണ്, ലൈലിയാണ് എന്നൊക്കെ പറയുന്ന ഈ ക്ലാസിഫിക്കേഷന് തന്നെ ഓരോ ആയത്തിൻ്റെയും അർത്ഥവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഒരായത്ത് മക്കിയാണെന്ന് പറഞ്ഞാൽ മക്കയിലുണ്ടായിരുന്ന ജനങ്ങൾ, അവിടുത്തെ സമൂഹം, അവരുടെ ഭാഷ, അവരുടെ തൊഴിൽ, അവരുടെ ജീവിത സാഹചര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളോടൊക്കെയും ആ ആയത്തിൽ പറയപ്പെട്ട കാര്യങ്ങൾക്ക് വലിയ അഭേദ്യമായ ബന്ധമുണ്ടാവും. ഒരായത്ത് മദനീയാണെന്ന് പറഞ്ഞാൽ മക്കയിൽ ഉണ്ടായിരുന്ന കാലാവസ്ഥ അല്ല മദീനയിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. അതിൻ്റെ കാലാവസ്ഥയിൽ തന്നെ വ്യത്യാസമുണ്ട്, ജനങ്ങളുടെ സമീപനങ്ങളിൽ വ്യത്യാസമുണ്ട്, തൊഴിലിൽ വ്യത്യാസമുണ്ട്, ഇതെല്ലാം വ്യത്യാസമുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ചും സീറത്തുൻ നബി ഒക്കെ പഠിച്ചാൽ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാകും. മക്കയും മദീനയും എന്ന് പറയുന്നത് വലിയ അന്തരങ്ങളുള്ള രണ്ട് നാടുകളാണ്. അവിടുത്തെ കാലാവസ്ഥക്കും ജനങ്ങളുടെ സംസ്കാരങ്ങൾക്കും ഒക്കെ വ്യത്യാസമുണ്ട്. അതൊക്കെയും ഈ ആയത്തുകളിലേക്ക് ചേർത്ത് വായിക്കുമ്പോഴാണ് ഓരോ ആയത്തിൻ്റെയും വലിയ അഗാധമായ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുക എന്ന് സൂചിപ്പിക്കുന്നതാണ് മക്കിയും മദനിയും എന്ന് പറയുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ ഉറത്താണ്. അപ്പോൾ കേവലം തഫ്സീർ എന്ന് പറയുന്നത് ഒരായത്തിന്റെ പെരിഫറലായ അതിൻ്റെ മുഫ്രദാത്തുകൾ മനസ്സിലാക്കി, ആയത്തിലെ പദങ്ങൾ മനസ്സിലാക്കിയിട്ട് വ്യാഖ്യാനിക്കുക എന്നതല്ല തഫ്സീർ എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കാവുന്ന ഒരുപാട് ടൂൾസുകൾ തന്നെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് മുന്നേ തന്നുപോയിട്ടുള്ളത്. ഉലൂമുൽ ഖുർആനിലെ ഈ പറയപ്പെട്ട ആയത്തുകളുടെ ക്ലാസിഫിക്കേഷൻ ആകട്ടെ, സബബുൻ നുസൂൽ ആകട്ടെ, നാസിഖ് മൻസൂഖ്, ഈ പറയപ്പെട്ട വിഷയങ്ങളാകട്ടെ, ഇങ്ങനെ ഉലൂമുൽ ഖുർആനിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഓരോ ബാബും ഓരോ ചാപ്റ്ററും എന്ന് പറയുന്നത് നമ്മുടെ തഫ്സീറിനെ ഏറ്റവും മനോഹരമാക്കാൻ, നമ്മൾ ചെയ്യുന്ന തഫ്സീറിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒന്നാക്കി മാറ്റുകയാണ് ഉലൂമുൽ ഖുർആനൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയതുപോലെ പുതിയ കാലത്ത് ഖുർആനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ പാശ്ചാത്യ ലോകത്തു നിന്നും അല്ലാതെയും ഒക്കെ ഇഷ്ടം പോലെ വിമർശനങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറും കാണാറും ഒക്കെയുണ്ട്. ഈ വിമർശനങ്ങളൊക്കെയും വരുന്നവരുടെ ഒരു അവരെങ്ങനെയാണ് ഈ വിമർശനങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് നമ്മൾ സാന്ദർഭികമായി ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് ഉലൂമുൽ ഖുർആന്റെ ഒരു ഹിസ്റ്ററിയെ കുറിച്ച് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഉലൂമുൽ ഖുർആൻ എന്ന് പറയുന്നത് ശരിക്കും തഫ്സീറിന്റെ വളരെ ബേസായ സാധനമാണ്. ഉലൂമുൽ ഖുർആനിൽ കൃത്യമായ ധാരണയില്ലാതെ ഒരു വ്യക്തിക്ക് ഖുർആനെ കുറിച്ച്, ഈ ആയത്തിനെ കുറിച്ച് ഇങ്ങനെ പറയാം എന്ന് പറയാൻ കഴിയില്ല. ഉലൂമുൽ ഖുർആൻ വളരെ ബേസായ സാധനമാണ് ഖുർആൻ തഫ്സീറിൽ. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ ഖുർആനെ കുറിച്ച് വിമർശിക്കുന്ന ആളുകൾ പാശ്ചാത്യ ലോകത്തു നിന്ന് ആളുകളാണെങ്കിലും അവരുടെ ഭാഷകളിൽ ഈ ഉലൂമുൽ ഖുർആന്റെ കിതാബ് ലഭ്യമേ അല്ല. ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ഒരു ഉലൂമുൽ ഖുർആന്റെ ടെസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത് 1800കളുടെ അവസാനത്തിലാണ്. അപ്പൊ അത്രയും കാലം നമ്മൾ ഈ മോഡേണിറ്റി, പുതിയ ആധുനിക കാലം എന്നൊക്കെ പറയുന്നിടത്ത് ഈ വെസ്റ്റിലുള്ള ഭാഷകളിൽ പോലും നമുക്ക് അറബി ഭാഷയിലെ ഉലൂമുൽ ഖുർആനൊക്കെ പഠിച്ചിട്ടുള്ള നമ്മുടെ പണ്ഡിതന്മാർക്ക്, നമ്മുടെ സമൂഹത്തിന് ഇതിന് പേർഷ്യൻ ഭാഷയിൽ,
സ്പാനിഷ് ഭാഷയിലും ഇംഗ്ലീഷ് ഏതര മറ്റു ഭാഷകളിലും ഇതിലൊന്നും നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ശരിക്ക് നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. അവരെന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നുള്ളതല്ല, ആ വിമർശനങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്നതാണ് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത്. ഉലൂമുൽ ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യം ഇല്ലാത്ത ഒരാൾക്ക് ഖുർആനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനേ കഴിയുള്ളൂ. അയാൾക്ക് അതിന്റെ ഇത് മക്കിയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയില്ല. സബബുൻ നുസൂൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പറ്റില്ല. ഇങ്ങനെ നാസിഖ് മൻസൂഖ് ഉണ്ട് ഖുർആനിൽ എന്ന് പറഞ്ഞാൽ അത് ഖുർആന്റെ പോരായ്മയായിട്ട് കാണുന്ന ഒരു സമൂഹമാണ് ഖുർആൻ വിമർശിക്കുന്ന ആളുകൾ. അതെങ്ങനെയാണ് ഖുർആന്റെ തഫ്സീറിനെ അഗാധമായ അർത്ഥങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സമൂഹം. അതിന്റെ പ്രശ്നം ഉലൂമുൽ ഖുർആൻ ലഭ്യമല്ല എന്നുള്ളതാണ്. എത്രത്തോളം നമ്മുടെ നാടുകളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സമസ്തക്ക് കീഴിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. ആ സ്ഥാപനങ്ങളിലൊക്കെ എവിടെയാണ് ഉലൂമുൽ ഖുർആൻ പഠിപ്പിക്കപ്പെടുന്നത് എന്ന് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. തഫ്സീറുകൾ ഇഷ്ടംപോലെ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എവിടെയാണ് ഉലൂമുൽ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് ചുരുങ്ങിയ രൂപത്തിലെങ്കിലും ഒരു ഇത്ഖാനോ ഒരു തിബിയാനോ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മുടെ നാടുകളിൽ ഖുർആന് സ്വാധീനമുള്ള ഖുർആൻ പഠിപ്പിക്കപ്പെടുന്ന നിരന്തരം ഖുർആൻ ക്ലാസ്സുകൾ നടക്കുന്നിടത്ത് ഈ തഫ്സീർ മനസ്സിലാക്കാൻ പുതിയ സമൂഹത്തിന് ഖുർആനിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്താൻ ഉലൂമുൽ ഖുർആൻ അതിന്റെ ബേസാണ്, പ്രാഥമികമായ സോഴ്സ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അത് എത്ര സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട് എന്നതെങ്കിലും ഈ സെമിനാർ കൊണ്ട് ഗൗരവമായി നമുക്ക് ആലോചിക്കാൻ കഴിയണം. ഉലൂമുൽ ഖുർആൻ പഠിക്കാതെ കേവലം തഫ്സീർ പഠിച്ചാൽ നേരത്തെ ബഹുമാനപ്പെട്ട മുസ്തഫ ഉസ്താദ് പറഞ്ഞതുപോലെ ഫാത്തിഹയിൽ തുടങ്ങി നാസ് വരെ ഓരോ ആയത്ത് പഠിച്ചു പോകുന്ന ഒരു രീതിയെ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. ഇത് സമൂഹത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം? ഓരോ ആയത്തും പുതിയ സമൂഹത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിടത്ത് ഓരോ ആയത്തിനെയും നമുക്ക് മാർഗദർശകമായി ഖുർആൻ തന്നെ ഹിദായത്താണ്. ആ ഹിദായത്തിന്റെ ആയത്തുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ സന്നിവേശിപ്പിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഉലൂമുൽ ഖുർആനാണ്. ആ ഉലൂമുൽ ഖുർആൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പുതിയ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമായ വിജ്ഞാനം, പ്രത്യേകിച്ചും മുൻകാലങ്ങളിൽ പോലെയല്ല. ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ ദാറുൽ ഹുദയിൽ ഖുർആൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ജാമിയയിൽ ഖുർആൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളിൽ ഖുർആൻ ഡിപ്പാർട്ട്മെന്റുകളും ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ വളർന്നു വരുന്ന സന്ദർഭത്തിൽ ഉലൂമുൽ ഖുർആൻ അതിനെ നമുക്കൊന്ന് പോപ്പുലറൈസ് ചെയ്യാൻ സമൂഹത്തിന് അത് ആവശ്യമാണ്, പുതിയ തലമുറക്ക് അത് ആവശ്യമാണ് എന്ന് സമൂഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അത് വലിയൊരു മുന്നേറ്റമായിട്ട് തന്നെ നമുക്ക് മാറ്റാൻ കഴിയും. പിന്നെ ഒന്നുള്ളത്, പുതിയ കാലത്ത് ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് ഒരുപാട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒരു കൗതുകമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഖുർആൻ തന്നെ ഒരു മൾട്ടി ഫേസഡ് ആയിട്ടുള്ള ഗ്രന്ഥമാണ്. ഖുർആനിൽ ഹിദായത്തിന് ആവശ്യമായ കാര്യങ്ങൾ പറയുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ഹിദായത്ത് എന്ന് ചോദിക്കുന്നിടത്ത് ശാസ്ത്രം നമുക്ക് ഹിദായത്താണ്, സമൂഹത്തെ കുറിച്ചുള്ള പഠനങ്ങൾ നമുക്ക് ഹിദായത്താണ്, പൊളിറ്റിക്കൽ സിനാരിയോസ്, പൊളിറ്റിക്സിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്, എൻവിയോൺമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് എക്കോ തഫ്സീർ, ഈ പരിസ്ഥിതി പ്രശ്നങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള തഫ്സീറുകൾ വരുന്ന കാലഘട്ടമാണ്. അങ്ങനെ എക്കോ തഫ്സീറുകൾ പോലും വരുന്ന കാലഘട്ടത്തിൽ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളെയും ചുഴിഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് നമുക്ക് പറയാം. അതിൽ വിവാഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു കുഞ്ഞുണ്ടാകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, കുഞ്ഞിനെ മുലയൂട്ടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ കുട്ടി എങ്ങനെ പാരന്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, അഡൾട്ട്ഹുഡിനെ കുറിച്ച് പറയുന്നു, യുവാക്കളെ കുറിച്ച് പറയുന്നുണ്ട്, വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, തൊഴിലാളികളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളെയും ബന്ധിപ്പിച്ചു പോകുന്ന ഒന്നാണ് ഖുർആൻ. അത് മൾട്ടി ഫേസറ്റഡ് ആണ്. സ്വാഭാവികമായിട്ടും ഖുർആനെ കുറിച്ച് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള പഠനങ്ങൾ വളരെ അനിവാര്യമാണ്. ഇത്രയും കാലം നടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല, ഇന്നത് കൂടുതൽ ഗൗരവമായി നടക്കുന്നുണ്ട്. ഖുർആനും സോഷ്യോളജിയും തമ്മിൽ താരതമ്യം പഠനം, ഖുർആനും പൊളിറ്റിക്സും തമ്മിൽ താരതമ്യം ചെയ്തുള്ള പഠനം, ഖുർആനും നരവംശാസ്ത്രവും തമ്മിലുള്ള പഠനങ്ങൾ, ഇങ്ങനെ ഖുർആനിനെ ഏതെല്ലാം രൂപത്തിൽ സന്നിവേശിപ്പിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള പുതിയ കാല പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഉസ്താദിന്റെ ചില ഭാഗങ്ങൾ സൂചിപ്പിച്ചു പോയി. അത്ഭുതകരമായ ഖുർആന്റെ അതിന്റെ ശൈലിയെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചപ്പോൾ അതിന്റെ ഒരു ഭാഗം പറഞ്ഞു. ഖുർആന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിമനോഹരമായ ഒന്നാണ്. സാധാരണഗതിയിൽ വെസ്റ്റിൽ നിന്നുള്ള ഓറിയന്റലിസ്റ്റുകളൊക്കെ പറയാറുള്ളത് ഖുർആൻ ഒരു തരത്തിലുള്ള സ്ട്രക്ചറും ഇല്ലാത്ത ഗ്രന്ഥമാണെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അവർ പറയാറുള്ളത് ഖുർആൻ ഒരുപാട് തക്രാറുകളുണ്ട്, പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറയാണ് എന്നൊക്കെയുള്ള രൂപത്തിലാണ്. ഒരു കാര്യം പറഞ്ഞാൽ അടുത്തത് പറയുന്നത് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് പറയാം എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് പൊതുവിൽ ഉന്നയിക്കാറുള്ളത്. പക്ഷെ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാം സുയൂത്തി തങ്ങളടക്കമുള്ള പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മറാസിദുൽ മത്താലി അലക, അൽ മറാസിദുൽ മത്താലി എന്ന് പറയുന്ന
സുയൂത്തിയാമിന്റെ കിതാബിലേക്ക് ഓരോ സൂറത്തിന്റെയും അവസാനവും ഓരോ സൂറത്തിന്റെയും ആരംഭവും തമ്മിലുള്ള മനോഹരമായ ബന്ധത്തെക്കുറിച്ച് ഇമാം സുയൂത്തി തങ്ങൾ പറയുന്നുണ്ട്. അതിനൊക്കെ ഡെവലപ്പ് ചെയ്ത് പുതിയ കാലത്ത് വലിയ പഠനങ്ങൾ നടന്നു വന്നു. ഓരോ സൂറത്തിന്റെയും തുടക്കവും ഓരോ സൂറത്തിന്റെയും അവസാനവും തമ്മിൽ ഉള്ള മനോഹരമായ ബന്ധത്തിൽ നിന്ന് ഒരു സൂറത്തിന്റെ അവസാനവും ശേഷം വരുന്ന സൂറത്തിന്റെയും ആരംഭവും തമ്മിലുള്ള മനോഹരമായ ബന്ധം, അതുപോലെ ഒരു ആയത്തും തൊട്ടടുത്ത് വരുന്ന ആയത്തും തമ്മിലുള്ള ബന്ധം, ആ ആയത്തിന് മുന്നേ വന്നിട്ടുള്ള ആയത്തുകളുടെ ബന്ധം, ഇങ്ങനെ ഖുർആന്റെ സ്ട്രക്ചറിനെ കൃത്യമായി മനോഹരമായി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ഇൽമുൽ മുനാസബാത്ത്, അത് വലിയ വിശാലമായ വളർച്ച അത് കൈവരിച്ചു എന്നുള്ളതാണ്. എത്രത്തോളം നമ്മുടെ ഇന്ത്യക്കാരായ പണ്ഡിതന്മാർ പോലെ തന്നെ ഹമീദുദ്ദീൻ ഫറാഹിയെ പോലെയുള്ള, അതുപോലെ തന്നെ അമീൻ അഹ്സൻ ഇസ്ലാഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ, ഇവരൊക്കെ ഖുർആനിനെ ഈ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ തഫ്സീർ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇശാരിയായ തഫ്സീറുകളുണ്ട്, താരിഖിയായ തഫ്സീറുകളുണ്ട്, ഫിഖ്ഹിയായ തഫ്സീറുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇൽമുൽ മുനാസബാത്ത് ഫോക്കസ് ചെയ്തിട്ടുള്ള തഫ്സീറുകൾ പോലും നമ്മുടെ നാടുകളിൽ വന്നുപോയിട്ടുണ്ട്. അത് വലിയ മനോഹരമായ ഒന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ സൂറത്ത് യൂസുഫിനെ കുറിച്ച് തന്നെ പറയുന്നത് അഹ്സനുൽ ഖസസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്ത് ആരംഭിക്കുന്നത്. ആ സൂറത്ത് അവസാനിക്കുന്നത് തന്നെ ഖുർആനിലെ കഥകളിൽ നിങ്ങൾക്ക് വലിയ ഇബ്റത്തൽ ലിഉലിൽ അൽബാബ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നത്. എത്ര മനോഹരമാണത്! ഒരു സൂറത്ത് ആരംഭിക്കുന്നത് കഥകളുടെ മനോഹരമായ കഥ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും അത് അവസാനിക്കുന്നത് കഥകളിൽ സമൂഹത്തിനുണ്ടാകുന്ന വലിയ മൂല്യങ്ങൾ, വലിയ ധാർമ്മികമായ മൂല്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് സൂറത്ത് അവസാനിക്കുന്നത്. സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ആരംഭിക്കുന്നുണ്ട്. സൂറത്ത് അവസാനിക്കുന്നത് ആമന റസൂൽ എന്ന് പറഞ്ഞുകൊണ്ട് ഗൈബിയായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടാണ് അവസാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സൂറത്തുകളുടെ ആരംഭവും അവസാനവും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് പഠിച്ചെടുത്ത് നിന്ന് ഇന്ന് ഓരോ സൂറത്തുകളെന്നല്ല 2-3 സൂറത്തുകൾ പരസ്പരം തമ്മിലുള്ള ബന്ധം, ഖുർആനിന്റെ ആദ്യവും ഖുർആനിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ മുസ്ഹഫ്, ഖുർആൻ എന്ന് പറയുന്ന മുസ്ഹഫ് തമ്മിൽ രണ്ടാണ്. മുസ്ഹഫിന്റെ ആരംഭവും മുസ്ഹഫിന്റെ അവസാനവും തമ്മിലുള്ള ഒരു ബന്ധം. ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹയാണ് ഖുർആന്റെ ആമുഖം എന്ന് പറയുമ്പോൾ ഖുർആനിന്റെ കൺക്ലൂഷൻ, അതിന്റെ അവസാനം എന്ന് പറയുന്നത് മുഅവ്വിദത്തൈൻ, സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസുമാണ്. ഇവ തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. സൂറത്തുൽ ബഖറയിലെ ഏറ്റവും വലിയ ടോപ്പിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൗദു എന്ന് പറയുന്നത് തൗഹീദാണ്. നേരത്തെ എപി ഉസ്താദ് പറഞ്ഞു, മുസ്തഫ ഉസ്താദ് പറഞ്ഞു എന്തുകൊണ്ട് ബഖറ എന്ന് പേര് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ തൗഹീദുമായി വലിയൊരു ബന്ധമുണ്ട്. ഈ മുആവിയത്തൈൻ കഴിഞ്ഞ തൊട്ടുമേലെ വരുന്ന സൂറത്തുൽ ഇഖ്ലാസ് ആണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഇതിനെ കുറിച്ചാണ്, തൗഹീദിനെ കുറിച്ചാണ്. അപ്പം സൂറത്തുൽ ബഖറയും സൂറത്തുൽ ഇഖ്ലാസും തമ്മിൽ ബന്ധമുണ്ട്. ഇങ്ങനെ ഒരു സിമ്മട്രി പോലെ, തുടക്കവും അവസാനവും തമ്മിലുള്ള ബന്ധം പോലെ, സിമ്മട്രി പോലെ ഖുർആനിലെ ഓരോ സൂറത്തുകളും, ഖുർആനിലെ ഗ്രൂപ്പ് ഓഫ് സൂറത്തുകളും തമ്മിലൊക്കെ വലിയ ബന്ധമുണ്ട് എന്ന് തുടങ്ങുന്ന പഠനങ്ങളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അത് അറബിയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, വ്യത്യസ്ത ഭാഷകളിലൊക്കെ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ കേവലം തഫ്സീറുകളിൽ ഒതുങ്ങുന്നതല്ല ഖുർആന്റെ പഠനങ്ങൾ. ഇന്ന് കാണുന്ന വ്യത്യസ്തമായ പഠന വിഭാഗങ്ങളിലേക്ക്, സാമൂഹിക, രാഷ്ട്രീയ, അതുപോലെ തന്നെ എൻവിയോൺമെന്റൽ പഠനങ്ങളിലേക്കൊക്കെ നമുക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ സൈക്കോളജി അടക്കമുള്ളതിലേക്കൊക്കെ നമുക്ക് തന്നെ കൊണ്ടാകാൻ പറ്റുന്ന ഒരു കാലമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ഡ്യൂട്ടി എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നിൽ തുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും, അതുപോലെ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ എന്ന് അല്ലാഹു ചോദിച്ചതുപോലെ തദബ്ബുർ അതൊരു ഇബാദത്ത് ആണ് എന്നാണ് മഹാന്മാർ പറഞ്ഞത്. ഖുർആനുമായി ബന്ധപ്പെട്ട് 4 ഇബാദത്താണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഒന്ന് ഖിറാഅത്താണ്, ഖുർആന്റെ ഖിറാഅത്താണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത്. പലപ്പോഴും നമ്മളത് ചെയ്യുന്നവരാണ്, എന്നാലും നമ്മളത് ആവശ്യമായ രൂപത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. രണ്ടാമത്തത് സംആണ്, ഇബാദത്തു സംഅ, ഖുർആൻ കേൾക്കുക എന്നുള്ളത് വലിയൊരു ഇബാദത്താണ്. പലപ്പോഴും നമ്മളത് വിസ്മരിച്ചു പോകുന്ന ഒന്നാണ്. ഹദീസുകളിലൊക്കെ ഇഷ്ടംപോലെ അതിനെ കുറിച്ചുണ്ട്. മഹാനായ അബൂ മൂസൽ അശ്അരി തങ്ങൾ ഓതുന്ന സമയത്ത്, ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊട്ടു ബേക്കിൽ വന്നിരുന്നിട്ട് ആ ഓതുന്നത് കേട്ട് കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഹദീസിൽ കാണാൻ പറ്റും. അതുപോലെ ഒരുപാട് സ്വഹാബികൾ ഓതുന്നത് നബി തങ്ങൾ അവരെ കൂടെ ഇരുന്ന് കേൾക്കാറുണ്ടായിരുന്നു എന്നൊക്കെ കാണാൻ പറ്റും നമുക്ക് ഹദീസിൽ. ഇബാദത്തു സംഅ, ഖുർആൻ കേൾക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള ഒരു ഇബാദത്താണ്. അതുപോലെ തന്നെയാണ് ഇബാദത്തു തദബ്ബുർ, ഖുർആൻ ചിന്തിക്കുക എന്നുള്ളത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അഫലാ തഅഖിലൂൻ അഫലാ തദക്കറൂൻ എന്നൊക്കെ ഖുർആൻ ഇഷ്ടംപോലെ പറഞ്ഞതാണ്. അവസാനത്തത് ഇബാദത്തു തത്ബീഖ്, ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഖുർആൻ എന്താണോ പറഞ്ഞത് അതുപോലെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഒരു സ്വഹാബി വന്നിട്ട് ആയിഷ ബിയോട് ചോദിക്കുന്നുണ്ട്,
നബിയുടെ സ്വഭാവം, നബിയുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. മറുപടി കാന ഖുലുഖുൽ ഖുർആൻ എന്നാണ്. നബിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നബിയുടെ ജീവിതം അത് ഖുർആനാണ്. അതുകൊണ്ടാണ് വെസ്റ്റേൺ ലോകത്തു നിന്നുള്ള ആളുകളൊക്കെ പറയാറുള്ളത്, നബിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നബി എന്ന് പറഞ്ഞാൽ അത് വാക്കിംഗ് ഖുർആനാണ്, ജീവിക്കുന്ന ഖുർആനാണ് നബി എന്നാണ് വെസ്റ്റിലുള്ള ആളുകളൊക്കെ നബിയെ പരിചയപ്പെടുത്താറുള്ളത്. ഖുർആൻ എന്താണോ അതിന്റെ പ്രാക്ടിക്കലായ ഒരു വേർഷനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം ആ ഖുർആൻ എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത് അതുപോലെ ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ശരിക്ക് നബിയെ ഇത്തിബാ ചെയ്യുക, നബിയെ പിൻപറ്റുക, നബിയെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ രണ്ടും ഒന്നാണ്. ഖുർആൻ അനുസരിച്ചുള്ള ജീവിതവും നബിയെ പിൻപറ്റി ജീവിക്കുക എന്ന് പറഞ്ഞതും ഒന്നാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇബാദത്തു തസ്ബീഹ്. അങ്ങനെ ഇബാദത്ത് ചെയ്ത് ഖുർആനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലം ഒരുപാട് സേവനങ്ങൾ ചെയ്യാനും കർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തെങ്കിലും കൂട്ടാണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കൂട്ടിച്ചേർക്കും. സമയം വളരെ വൈകിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇനി കൂടുതൽ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഒന്ന് രണ്ട് അതിനോടനുബന്ധങ്ങൾ ചേർക്കാനുള്ളത്, നമ്മൾ കുറേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ എൻ്റെ സംസാരത്തിലൊക്കെ ശ്രമിച്ചത്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ വെച്ചിട്ട് നിങ്ങൾക്ക് നാളെ തന്നെ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഒരു ശ്രമം, ഒരു ഹിമ്മത്ത് ഉണ്ടായാൽ, ഹിമ്മൊരു റിജാലി തഹദിമൊരു ജിബാൽ, പർവ്വതങ്ങൾ വെറുതെ വഴികളായി മാറാറുണ്ടല്ലോ. പല പർവ്വതങ്ങളും സ്വരങ്ങളും ഒക്കെ വലിയ രാജപാതകളായി മാറുന്നത് മനുഷ്യന്മാരെ ഇതിനായിട്ട് മെനക്കെട്ടിട്ട് തന്നെയാണ്. മെനക്കെട്ടാൽ ഫലം ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഖുർആന് വേണ്ടി കാര്യമായൊരു സേവനം എനിക്ക് ചെയ്യണം. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം അതല്ലേ, അള്ളാന്റെ കലാമിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക. ബല്ലിഗു അന്നി വലൗ ആയ, ആ ഒരു ആയത്തുകൾ ആലോചിക്കുകയാണ്. വിശ്വാസങ്ങൾ പറയാണല്ലോ, നിങ്ങൾ എന്നെ തൊട്ട് പ്രബോധനം ചെയ്യണം. ഖുർആൻ മുഴുവൻ എന്നല്ല പറഞ്ഞത്, ഖുർആൻ മുഴുവനും പ്രബോധനം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനൊന്നും നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ വലൗ ആയ, ഒരൊറ്റ ആയത്താണെങ്കിൽ പോലും, ഒരായത്തെ നിങ്ങൾക്ക് ഈ ലോകത്ത് എത്തിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു ബാധ്യതയാണത്. എന്നാൽ അത് എത്ര സഹിലാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഒരായത്തെങ്കിൽ ഒരായത്ത്, അതൊരു ഹിമ്മത്തായിട്ട് ഏറ്റെടുക്കുക. എനിക്ക് ഖുർആൻ മനസ്സിലാവുന്ന രീതിയിൽ, സംതൃപ്തമാകുന്ന രീതിയിൽ, കേൾക്കുന്നവന്റെ സംശയങ്ങൾക്ക് മറുപടിയാവുന്ന രീതിയിൽ. മറുപടി പല രീതിയിലും ആവാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലര് തസൗഫിന്റെ വഴിയിലൂടെ ആയിരിക്കും അവർക്ക് സംതൃപ്തി, ചിലർക്ക് ശാസ്ത്രത്തിന്റെ വഴിയിലൂടെ ആയിരിക്കും, ചിലർക്ക് വിവരണത്തിന്റെ കൗതുകത്തിലൂടെ ആയിരിക്കും. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ ആ ഒരൊറ്റ ഹദീദിൽ തന്നെ തുടങ്ങുമ്പോൾ ഹുവൽ അവ്വലു വൽ ആഖിറു, ഇതിന്റെ തഫ്സീറിൽ കാണാം, ഒരാൾ വന്ന് ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയാണ്, എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു പ്രയാസം. എന്തേ അത് പറയാൻ പറ്റൂല. ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് ഉള്ളറിയുന്നത് കൊണ്ട് മനസ്സിലായ സംശയങ്ങൾ ഉണ്ടല്ലേ എന്ന് വെച്ചു. സംശയങ്ങൾ വരുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ പറഞ്ഞു, അതെന്നാണ് വിഷയം. ദീനിൽ ഇങ്ങനെ ചിലപ്പോൾ എന്തൊക്കെ സംശയം വരിക. അപ്പൊ ഇബ്നു അബ്ബാസ് തങ്ങൾ അയാളോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് രക്ഷപ്പെട്ടവരല്ല. ലാ യൻജു മിൻഹാ അഹദ്. നിങ്ങൾ കണ്ടില്ലേ അള്ളാന്റെ റസൂലിനോട് അള്ളാഹ് പറയുന്നത്, വഇൻ കുൻത ഫീ ശക്കിൻ മിമ്മാ നസൽനാ അലൈക മിമ്മാ എന്താണ് വഹൈന, വഇൻ കുൻത ഫീ ശക്കിൻ മിമ്മാ വഹൈനാ ഇലൈക എന്ന് പറഞ്ഞിട്ട് നബിയെ തങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ന് അള്ളാഹ് ചോദിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് സംശയം ഉണ്ടായിട്ടല്ലല്ലോ, ആർക്കും ആവാം എന്ന അർത്ഥത്തില്. അപ്പൊ സംശയങ്ങളൊക്കെ മനസ്സിൽ വരാം, ഇതൊക്കെ ഉണ്ടാവും. പരിഹാരം എന്താണ്? ഞാൻ പറഞ്ഞ ഇതാണ്, നമുക്ക് വിവരിച്ചു കൊടുക്കാന് പല രീതിയിലായിരിക്കാം. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം എന്ന ആയത്ത് പതിവായി ഓതിയാൽ എല്ലാ സംശയവും മനസ്സിൽ നിന്ന് നീങ്ങും. നമ്മുടെ മനസ്സിൽ ഈമാനെ പറ്റി സംശയം വരാതിരിക്കാനുള്ള ആയത്താണ്. ചിലപ്പോൾ അതെത്തിച്ചു കൊടുത്തിട്ടായിരിക്കാം ഒരാളുടെ സംശയം നമ്മൾ തീർത്തു കൊടുക്കുന്നത്. എല്ലാം ശാസ്ത്രം പറഞ്ഞിട്ടാവണമെന്നില്ല. ഈ ശാസ്ത്രം പറഞ്ഞിട്ടോ തത്വം പറഞ്ഞിട്ടോ അർത്ഥങ്ങൾ വ്യാഖ്യാനിച്ചിട്ടോ ഒന്നും എല്ലാവരുടെയും സംശയം തീർക്കാൻ കഴിയും നമ്മൾ തെറ്റിദ്ധരിക്കും വേണ്ട. അങ്ങനെയൊക്കെ സാധിക്കുകയാണെങ്കിൽ ഈ ലോകത്തെ എല്ലാവരും നന്നാക്കാൻ ആർക്കും പറ്റില്ല. അത് പറ്റുമായിരുന്നെങ്കിൽ അത് ഏറ്റവും ആഗ്രഹിച്ച ആള് ജനങ്ങൾ ഹിദായത്താവുന്നില്ല എന്നതിന് സ്വയം അപകടപ്പെടുമാറ് ശരീരം വേദനിച്ച ആൾ അല്ലാഹുവിന്റെ റസൂല. നമുക്കതൊന്നുമില്ല, നമ്മൾ പറയുമ്പോ പറയാന്നല്ലാതെ നമ്മൾ അതുകൊണ്ട് മനസ്സ് വേദനിച്ച് ശരീരം അപകടപ്പെടുന്നിടത്തോളം എത്തിയിട്ടുണ്ടോ?
നമുക്ക് മറ്റൊരാൾ ഹിദായത്തായില്ല എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു തലവേദന ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ ശരീരം ശോഷിച്ചു പോയിട്ടുണ്ടോ? ജനങ്ങൾ ഹിദായത്താവുന്നില്ലല്ലോ എന്ന് കരുതി നമുക്ക് ഉറക്കം വരാതിരിക്കാറുണ്ടോ? ഇതൊക്കെ ഉണ്ടായ ഒരാൾ അള്ളാഹുവിന്റെ റസൂലാണ്. ആ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അത്രമേൽ ജനങ്ങളുടെ ഹിദായത്തിന് താല്പര്യമുണ്ടായിട്ടും അള്ളാഹ് പറഞ്ഞു നടക്കൂല നബിയെന്ന. റസൂലുള്ള ആഗ്രഹിക്കുന്നതൊക്കെ ചോദിക്കാതെ കൊടുക്കുന്ന അള്ളയാണ്. മൂസാ നബി റബ്ബി ഇശ്റഹ് ലി സ്വദ്രി ചോദിക്കുമ്പോഴാണ് കൊടുക്കല്. അള്ളാഹുവിന്റെ റസൂലിനോട് അലം നശ്റഹ് ലക സ്വദ്റക് ചോദിക്കാതെ ഇങ്ങോട്ട് കൊടുക്കല. എത്രയോ ഉദാഹരണം ഖുർആനിൽ കാണാം. അങ്ങനെ കൊടുക്കുന്ന നബി തങ്ങളോട് നബി തങ്ങൾ ചോദിച്ചിട്ടും നിഷേധിച്ച ഒരു കാര്യം എന്താണ്? എല്ലാവരെയും ഹിദായത്താക്കുന്ന ഒരു ആയത്ത്. ഫളല്ലത്ത് അഅനാഖുഹും ലഹാ ഖാദിഈൻ. അങ്ങനത്തെ ഒരു ആയത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞത് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാ. അങ്ങനെ വേണമെങ്കിൽ ഭൂമി തുരങ്കണ്ടാക്കിയിട്ടോ ആകാശത്ത് കോണി വെച്ച് കയറിയിട്ടോ തങ്ങളൊരു ആയത്ത് കൊണ്ടുവരല്ലാതെ ഞാൻ തരാൻ ഉദ്ദേശിക്കണില്ല. കാരണം നബി തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു എല്ലാവരും ഹിദായത്താക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ല. നടപ്പുള്ള കാര്യമല്ല. അള്ളാഹ്ക്ക് വേണമെങ്കിൽ കഴിയുമായിരുന്നു. വലൗ ശാഅ ലഹദന്നാസ ജമീഅ ലവലൗ ശാഅ ലഹദാകും അജ്മഈൻ. അല്ലാഹുവിന്റെ റസൂലിനോട് അള്ളാഹ് ആ വിഷയത്തിൽ മാത്രമാണ് പറഞ്ഞത് തങ്ങൾക്ക് തെറ്റുപറ്റരുത്, പിന്നെ തങ്ങൾ ആ വിഷയത്തിൽ അറിവില്ലാത്തവരാവരുത്, എല്ലാവരും അഫഅന്ത തുക്രിഹുന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. അങ്ങനത്തെ ഒരു ഈമാൻ അള്ളാഹ് ഉദ്ദേശിക്കുന്നില്ല. ബോധപൂർവ്വം നിർബന്ധമുള്ള ഈമാൻ, ഇഖ്തിയാറ് കൊണ്ട് സ്വയം പഠിച്ചു മനസ്സിലാക്കി അള്ളാഹിനോടും മുർസലീങ്ങളോടുമുള്ള മഹബത്ത് കൊണ്ട് ഈമാനിലേക്ക് വരുന്നവന്റെ ഈമാനെ അള്ളാഹ്ക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾക്കൊരു തെറ്റിദ്ധാരണയും വേണ്ട. പ്രസംഗിച്ചിട്ടൊക്കെ ആയിട്ട് ശരിയാക്കാം, എല്ലാവരുടെ സംശയവും തീർക്കാം. ചില സംശയങ്ങൾ ഈ പറഞ്ഞതുപോലെ ഹുവൽ അവ്വലു വൽ ആഖിറു കൊണ്ടാണ് തീരുക. എന്നാൽ എല്ലാ സംശയവും അങ്ങനല്ല. അറിയാതെ ധിക്കാരമില്ല, പക്ഷെ കാര്യം മനസ്സിലായിട്ടില്ല, അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടാവും. അവരെയാണ് നമ്മൾ ഹിദായത്താക്കേണ്ടത്. അബൂജഹലിനെ നന്നാക്കാൻ നമ്മൾ മെനക്കെട്ടിട്ട് കാര്യമില്ല. ഇബ്ലീസിനെ നന്നാക്കാൻ ലോകം മുഴുവൻ വിചാരിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ഹിദായത്ത് ആഗ്രഹിക്കുകയും എന്നാൽ അതിനുള്ള വഴി തുറന്നു കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിനും ഒരുപാട് വഴിയുണ്ട്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. ഒരുപാട് സബീലുണ്ട്. അള്ളാഹിന്റെ സബീലിനെ പറ്റി ഖുർആൻ രണ്ട് രീതിയിലും പറയുന്നുണ്ട്. അവിടെ സബീല് മുഫ്രദാണ്, അതൊരൊറ്റ വഴിയാണ്. പക്ഷെ ആ വഴിയിലേക്ക് ചെന്നു ചേരാൻ സുബുലന ഒരുപാട് വഴികളുണ്ട്. അപ്പൊ ആ ഓരോ വഴിയും വലിക്കുല്ലി വാഹിദിഹിം ത്വരീഖും മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മിൻ ദാ വാസില. മഹാന്മാരായ തർബിയത്തിന്റെ മശായിഖിലൂടെ ഇങ്ങനെയൊക്കെ ആവാം സംശയങ്ങൾ തീരുന്നത്. എന്തായാലും അള്ളാന്റെ ഖുർആൻ കൊണ്ട് ഹിദായത്താകുമെന്നതിൽ ഒരു സംശയമില്ല. വിശുദ്ധ ഖുർആൻ യഹ്ദീ ലില്ലതി ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം ഫദക്കിർ ബിൽ ഖുർആനി മൻ യഖാഫു വഈദ്. ഈ ഖുർആൻ കൊണ്ടാണ് നമ്മൾ തദ്ക്കീർ ചെയ്യേണ്ടത്. നമ്മൾ 100 കൂട്ടം കഥകളും ഏറ്റവും അജായിബുള്ള കഥ പറയാനാണ് എല്ലാവർക്കും താല്പര്യം. അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് അത്ഭുത കഥ പറഞ്ഞിട്ടല്ലല്ലോ, ഈ ഖുർആൻ കൊണ്ടല്ലേ ഇത്രയും ആളുകളെ ഹിദായത്താക്കിയത്. അപ്പൊ ഈ ഖുർആനിലുണ്ട് എല്ലാ ഹിദായത്തും, ഹിദായത്താക്കാനുള്ള വഴികളും. അപ്പൊ അത് നമ്മൾ കണ്ടെത്തുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അതിനൊരുപാട് സംവിധാനം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ആ സംവിധാനങ്ങളിലേക്കുള്ള ഒരു ചൂണ്ടുപലക മാത്രമാണ് ഒരു സതുദ്ദേശത്തോടെ വിഷയത്തിൽ നിന്ന് കുറച്ച് പാളിയൊക്കെ തന്നെ ഞാൻ പോയതെന്ന് എനിക്കറിയാം. പക്ഷെ അത് പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഖുർആന്റെ പുതിയ കാല തഫ്സീറുകൾ കണ്ടെത്താൻ ഒരുപാട് സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലൂടെ പലതരം തഫ്സീറുകളെയും സംഘടിപ്പിച്ചും സംയോജിപ്പിച്ചും അതിനുള്ള സംശയങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനെ പറ്റി അഗാധമായി പാണ്ഡിത്യമുള്ള ആൾ തന്നെയാണ് നമ്മുടെ ഉസ്താദ് ബഹാവുദ്ദീൻ ഉസ്താദൊക്കെ സ്വന്തമായി വ്യാഖ്യാനം, ഖുർആന്റെ മലയാള വ്യാഖ്യാനമൊക്കെ ആപ്പിലൂടെ ഒക്കെ പുറത്തിറക്കി അതിലൊക്കെ മുന്നേറുന്ന ആളാണ്. അപ്പൊ അവരുടെയൊക്കെ മുമ്പാകെ, അതുപോലെ നിങ്ങളുടെ മറ്റു ഉസ്താദുമാരുടെ മുമ്പാകെ സമർപ്പിച്ച് നിങ്ങൾ പുതിയ പുതിയ ചിന്തകളിലേക്ക്, തീസീസുകളൊക്കെ എഴുതുന്നവരാ കുട്ടികളൊക്കെ, ഓരോ PhDക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇവിടുത്തെ നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയോ. പക്ഷെ അവിടെയൊക്കെ നമ്മൾ മറാജിയിൽ എന്താ ചെയ്യുക? ഓരോരുത്തര് ഇപ്പം മുത്തവല്ലി ഷഹറാവിയുടെ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാമുറായിയുടെ അല്ലെങ്കിൽ അതുപോലെ ഓരോരുത്തരുടെ മർജ്. എന്തുകൊണ്ട് നാളെ നിങ്ങളുടെ പേര് മറ്റൊരാളുടെ മർജയിൽ വരണം? അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ കണ്ടെത്തിയത് മറ്റുള്ളവരുടേത് ജംപ് മാത്രമാവരുത്. നമ്മൾ ഓരോരുത്തർ കണ്ടെത്തിയതൊന്നായിട്ട് ഇങ്ങനെയൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്യൽ മാത്രമല്ല, പുതിയ ചിന്തകൾ ഉണ്ടായി വരണം, പുതിയ അർത്ഥതലങ്ങൾ ഉണ്ടായി വരണം. അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറയുന്നു. ഞാൻ ചിലപ്പോൾ ചിന്തിച്ച ഒറ്റ കാര്യം എന്താ, നമുക്ക് പുതിയ ചിന്തകൾ ഉണ്ടായിക്കൂടെ എന്നതിന്റെ ഒരു ഉദാഹരണം. ഖുർആന്റെ നിത്യനൂതനത്വത്തെ പറ്റി പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്താണ് എനിക്കൊരു പുതിയ കാര്യം പറയാൻ പറ്റുക?
ഇത് ഞാൻ നമ്മുടെ ആലപ്പുഴയിൽ നടന്ന നമ്മുടെ പഴയ സമ്മേളനം ഉണ്ടല്ലോ, സമസ്തയുടെ 90-ാം വാർഷികം. അന്ന് അവിടെ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഞാനത് പറയുന്നത്. എനിക്ക് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന് വരെ മറ്റാരും അത് പറയുന്നത് കേട്ടിട്ടില്ല. ഞാൻ ആരും പറഞ്ഞതുമല്ല, എൻ്റെ മനസ്സിൽ സ്വയം ചിന്തയിൽ വന്നതാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് സുബഹിന്റെ ശേഷമുള്ള ഒരു ഉച്ചന്റെ സമയത്തുള്ള ക്ലാസ്സാണ്. ഇന്ന് സുബഹിക്ക് നിങ്ങൾ ഓതിയ ഫാത്തിഹ അല്ല ഇന്നലെ രാത്രി ഇശയിൽ നിങ്ങൾ ഓതിയത്. ആ ഫാത്തിഹ അല്ല ഇന്നലെ മഗ്രിബിൽ നിങ്ങൾ ഓതിയത്. ഇന്ന് നമ്മൾ ദുഹർ നിസ്കരിക്കുമ്പോൾ ഓതുന്നത് പുതിയ ഫാത്തിഹയാണ്. ഓരോ ഫാത്തിഹയും പുതിയതാണ്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളും ആലോചിക്കില്ല അതെങ്ങനെയാവുക. നമ്മൾ ഓരോ തവണ ഓതുന്നതും പുതിയ പുതിയ ഫാത്തിഹകളാണ്. ഒരാവർത്തനവും ഖുർആനിലില്ല. അത് വേറെ വിഷയാട്ടോ. ഇവിടെ പലരും സൂചിപ്പിച്ചല്ലത്. അസ്റാറുൽ തക്റാർ ഫിൽ ഖുർആൻ ഒരുപാട് ഗവേഷണം നടത്തപ്പെട്ടതാണ്. അതിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. മസൂദങ്ങളൊക്കെ തന്നെ ആ വിഷയം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആയത്തുകൾ തമ്മിലുള്ള ബന്ധം ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഇന്ന് ഞാൻ പറഞ്ഞ സൂറത്തുൽ വാഖയിലെ അവസാനം ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം, അടുത്ത സൂറത്തുൽ ഹദീദ് തുടങ്ങുന്നത് സബ്ബഹ ലില്ലാഹ്. ആ അർത്ഥത്തിൽ തന്നെ നേരെ ബന്ധങ്ങൾ നമുക്ക് കാണാവുന്നത് കുറെ ഉണ്ട്, ചിന്തിച്ച് കിട്ടുന്നതുണ്ട്. അതൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഓരോ തവണയും ഓതുന്ന ഫാത്തിഹ പുതിയതാണ്. ഇനി ഇപ്പൊ നിങ്ങളൊരു ഫാത്തിഹ ഓതുകയാണെങ്കിൽ അത് പുതിയ ഫ്രഷ് ഫാത്തിഹ. അങ്ങനെ നിങ്ങൾ ഖുർആനെ മനസ്സിലാക്കി നോക്കിയാണ്. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെ ആവുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. ബിസ്മി കൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഏതൊരു സൂറത്തും ബിസ്മി കൊണ്ട് തുടങ്ങുന്നു. അത് സൂറത്തുൽ ഫാത്തിഹയുടെ പേര് തന്നെ അൽഹംദുലില്ലാ എന്നാണ്. സൂറത്തുൽ ഹംദ് പല പേരുണ്ടല്ലോ. അപ്പൊ അൽഹംദ് എന്ന് അവിടെ നിങ്ങൾ തുടങ്ങി നോക്കിയാണ് നിങ്ങൾ. ബിസ്മി എന്നത് തുടക്കം, എന്തിന്റെയും തുടക്കത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് സകല സ്തുതിയും എന്ന് നിങ്ങൾ ഇപ്പോൾ പറയുമ്പോൾ അടുത്ത മിനിറ്റിൽ വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ റബ്ബുൽ ആലമീൻ, ആലമീൻ ഒരുപാട് വികസിച്ചു. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ആലമീന്റെ റബ്ബല്ല, അതിനേക്കാൾ എത്രയോ വിപുലമായ അർത്ഥത്തിലേക്ക് റബ്ബ് മാറി. റബ്ബിന് മാറ്റം ഉണ്ടാവില്ല, പക്ഷെ നമ്മൾക്ക് അർത്ഥതലങ്ങളിൽ മാറി. അതായത് ആലമിങ്ങനെ നിരന്തരം പുതിയതുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരേ പ്രപഞ്ചം വികസിക്കുകയാണോ ഒരുപാട് പ്രപഞ്ചങ്ങൾ വികസിക്കുകയാണോ ഒക്കെ ശാസ്ത്രം ചർച്ച ചെയ്തോട്ടെ. എന്തായാലും നമുക്കറിയാലോ ഒരുപാട് ആലമുണ്ട്. അതുകൊണ്ടല്ല റബ്ബുൽ ആലമീനായത്. പുതിയ പുതിയ ലോകങ്ങൾ ഉണ്ടാവുകയോ നിലവിലുള്ള ലോകം തന്നെ അതിദ്രുതഗതിയിൽ വികസിക്കുകയോ എന്താവട്ടെ. സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു പറഞ്ഞു വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. ഔട്ടർ സ്പേസ് അതിശക്തിയോടെയാണ് നാം നിർമ്മിച്ചത്, നാം അതിനെ വിശാലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത്ര ചെറിയ ആയത്ത, പക്ഷെ ഓരോ പദവും അത്ഭുതല്ലേ. എന്തുകൊണ്ട് അവിടെ സമാ എന്ന് പറഞ്ഞു? ഈ പ്രപഞ്ചം ഉണ്ടായി വരുന്നിടത്ത് അല്ലാഹു പറഞ്ഞത് എന്താ? സൂറത്തുൽ അംബിയായിൽ അഫലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർദ കാനതാ റത്ഖൻ. അവിടെ സമാവാത്തും അർദും ഉണ്ടായിരുന്നു. ഒരു ബിഗ് ബാങ്കിലൂടെ സിംഗുലാരിറ്റിയിലൂടെ തുടങ്ങുമ്പോൾ സമാവാത്തും അർദും ഉണ്ട്. എന്റെ വികാസത്തിൽ അർദില്ലാതെ പോയി സമാ മാത്രമാവുന്നത്? ചിന്തിക്കേണ്ട. ഞാൻ അതിനൊക്കെ ഇപ്പം വിശദീകരിക്കാൻ സമയമില്ല. ഔട്ടർ സ്പേസ് ആണ് വികസിക്കുന്നത്, ഭൂമി വികസിക്കണില്ല. ഭൂമിയും ചന്ദ്രൻ സൂര്യനൊക്കെ ഇങ്ങനെ വികസിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നമുക്ക് സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് മാറ്റേണ്ടി വരും. ഇതിന്റെ വിസ്തീർണവും അത് തമ്മിലുള്ള അകലും ഒക്കെ. പ്രപഞ്ചം വികസിക്കുന്നു എന്നതിനർത്ഥം പ്രപഞ്ചത്തിലെ എല്ലാ സാധനവും വികസിക്കുന്നു എന്നല്ല. പ്രപഞ്ചത്തിലെ ഗാലക്സികൾ തമ്മിലുള്ള അകലം മാത്രമാണ് വികസിക്കുന്നത്. ഗാലക്സിയോ അതിനുള്ളിലുള്ള നക്ഷത്രമോ ഗ്രഹങ്ങളോ ഒന്നും വികസിക്കണില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ന് പഠിക്കുമ്പോഴും ഇതൊക്കെ സ്ഥായിയായി നിലനിൽക്കുന്നത്, ഈ ദൂരവും ഈ വലിപ്പവും ഒക്കെ. ഏതുപോലെ ഒരു ബലൂൺ ഇങ്ങനെ നമ്മൾ ഊതുമ്പോൾ വികസിക്കുമ്പോൾ ഈ ബലൂണിന്റെ മുകളിൽ നേരത്തെ കുത്തിട്ടുണ്ടെങ്കിൽ ആ കുത്തൊക്കെ വികസിക്കും. പക്ഷെ ബലൂണിന്റെ മുകളിൽ കുറെ ഉറുമ്പുണ്ടെങ്കിൽ ഉറുമ്പ് വികസിക്കൂല. ബലൂൺ വികസിക്കുന്നതനുസരിച്ച് ഉറുമ്പ് വികസിക്കൂല, മറിച്ച് ഉറുമ്പുകൾ തമ്മിലുള്ള അകലം കൂടി വരും. എന്നതുപോലെ ഗാലക്സികൾ തമ്മിലുള്ള അകലം, അത് തന്നെ നമ്മളിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള ഗാലക്സിയാണ് ഏറ്റവും വേഗതയിൽ അകന്നു പോവുക. ഒക്കെ ശാസ്ത്രീയമായ പഠനങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഔട്ടർ സ്പേസ് ആണ് വികസിക്കുന്നത്, അവിടെ പ്രപഞ്ചം മൊത്തമല്ല. ഓരോ കാര്യവും ചിന്തിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടുത്തും. 1929 എഡ്വിൻ ഹബിൾ എന്ന ശാസ്ത്രജ്ഞനാണ് എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്നത് ഒരു തീസിസായി അവതരിപ്പിച്ച് ശാസ്ത്രീയമായ ലോകത്ത് നൊബേൽ സമ്മാനം നേടി അതൊരു അംഗീകാരമുള്ള ശാസ്ത്ര സത്യമായി അവതരിപ്പിച്ചത്. എന്നാൽ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പേ പറയാണ് ഒരു കണ്ടിന്യൂസ് പ്രോസസ്, നമ്മൾ വികസിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഖുർആൻ അവിടെ നിർത്തുന്നില്ല. അംബിയായിലേക്ക് വരുമ്പോൾ ഈ വികാസത്തിന് ഒരു അവസാനമുണ്ട് എന്നും കാണിക്കുന്നു. നിരന്തരം വികസിച്ചിട്ട് എന്ത് ചെയ്യും? യൗമ നത്വി സമാ, അവിടെ സമാവ് മാത്രമേ ഉള്ളൂ.
വികസിതമായ ഔട്ടർ സ്പേസിനെ ചുരുട്ടിക്കൊണ്ടുവരും. അർത്ഥം വെക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഇങ്ങനെ ഒരു എക്സ്പാൻഡിങ് യൂണിവേഴ്സ്, പിന്നെ അത് ഷ്രിങ്ക് ചെയ്യുക, എന്നിട്ട് വീണ്ടും അത് ഒരു സിംഗുലാരിറ്റിയിലേക്ക് തിരിച്ചു വരികയാണോ? കമാ ബദഅന അവ്വല ഖൽഖിൻ നുഈദു. വീണ്ടും അതൊരു സിംഗുലാരിറ്റിയായി പിന്നെയും അത് വികസിക്കുമോ? നിരന്തരമായി ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചങ്ങളാണോ ആലമീൻ? എന്താവട്ടെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഓരോ നിമിഷവും അതിവേഗം പ്രപഞ്ചം വികസിക്കുന്നുണ്ട്. അപ്പം അതിവികസിതമായ ഒരു പ്രപഞ്ചത്തിൽ ഇരുന്നാണ് ഇപ്പോൾ ഞാനത് പറഞ്ഞത്. ഇനി അടുത്ത നിമിഷത്തിൽ പറയുമ്പോൾ അതിനേക്കാൾ വികസിതമായ പ്രപഞ്ചത്തിന്റെ റബ്ബാണ്. ആ വികസിതമായ പ്രപഞ്ചത്തിൽ മുഴുവൻ അള്ളാഹിന്റെ റഹ്മത്തും റഹീമുമാണ്. അർ-റഹ്മാൻ റഹീം, മാലിക് യൗമിദ്ദീൻ, യൗമുദ്ദീനിന്റെ മാലിക് എന്ന് പറയുമ്പോൾ ഈ വികസിതമായി കൊണ്ടേയിരിക്കുന്ന സകല പ്രപഞ്ചത്തിന്റെയും സകല പ്രവർത്തനങ്ങളുടെയും ഉത്തരവാദിത്വം ആ റബ്ബിനാണ്. ഇങ്ങനെ ഓരോ ആയത്തിനും അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ പോയാൽ പുതിയ പുതിയ അർത്ഥതലങ്ങളും വികസിതമായ അർത്ഥതലങ്ങളും സംതൃപ്തമായ അർത്ഥതലങ്ങളും കണ്ടെത്താൻ നമുക്ക് കഴിയും. ഓരോരുത്തർക്കും കഴിയും. ഞാൻ പറയുന്നത് പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തണം. ആരും നിങ്ങളെ തടുക്കാൻ വരൂല. ഈ അർത്ഥമൊന്നും പഴയ മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊന്നും ആരും പറയില്ല. അങ്ങനെയൊക്കെ ചില തടസ്സവാദങ്ങൾ ഇടക്കാലത്ത് ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഖുർആൻ എന്ന് പറയുന്നത് ഓരോരോ പുതിയ കാലത്തിനനുസരിച്ചും വ്യാഖ്യാനിക്കാൻ പഴുതുണ്ട്. പക്ഷെ പഴയ ഒരു വ്യാഖ്യാനത്തെയും തള്ളിക്കളയാതെ അതിന്റെ സാരാംശങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, വിരൽ തലപ്പുകൾ ശരിയാക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ പഴയ മുഫസ്സിരിങ്ങൾ പറഞ്ഞ മുഴുവൻ അർത്ഥവും അതിന് നിലനിർത്തണം. അതോടൊപ്പം പുതിയ കാലത്തെ ഫിംഗർ പ്രിന്റ് അതിലേക്ക് ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പഴയത് തള്ളിക്കളയാതെ പുതിയതിനെ സ്വീകരിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഖുർആന്റെ അർത്ഥതലങ്ങളുടെ വികാസം. പ്രപഞ്ചത്തെ പറ്റി പറഞ്ഞതുപോലെ പ്രപഞ്ചം വികസിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഖുർആന്റെ അർത്ഥതലങ്ങളും വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചില വികാസങ്ങൾ ആ വികാസത്തിന് മുമ്പുള്ളതിന്റെ അപൂർണതയുടെ മേൽ അറിയിക്കില്ല. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്തിന് മുമ്പ് റസൂലുള്ളാഹിക്ക് ഒരു പോരായ്മ ഉണ്ടായിട്ടില്ല. നമ്മുടെ സ്വലാത്ത് കൊണ്ട് റസൂലുള്ളാഹിക്ക് പുതിയ വികാസം ഉണ്ടാവുന്നുണ്ട്, പുതിയ സ്വലാത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് റസൂലുള്ളാഹിക്ക് ഒരു നുക്സാനും വരുന്നില്ല. എന്നതുപോലെ പുതിയ അർത്ഥതലം വരുമ്പോൾ അതിനു മുമ്പുള്ളത് അപൂർണമായിരുന്നു എന്നല്ല അർത്ഥം. പ്രപഞ്ചം വികസിക്കുമ്പോൾ അവികസിതമായിരുന്ന പ്രപഞ്ചം അപൂർണമായിരുന്നു എന്നല്ല അർത്ഥം. ഈ പ്രപഞ്ചത്തിന്റെ വികാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു ചെറുബിന്ദുവിൽ ഉൾക്കൊള്ളിച്ച റബ്ബുൽ ഇസ്സത്താണ് മഹാൻ. ഈ വികസിതമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് തന്നെയാണ് നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഖുർആനും അവതരിപ്പിച്ചത്. അതിന്റെ വികസിതമായ അർത്ഥതലങ്ങളിലൂടെ സഞ്ചരിക്കാനും അതിലേക്ക് മറ്റുള്ളവരെ വിളിക്കാനും ദാറുൽ മക്കൾക്ക് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും തൽക്കാലം ഈ സംസാരം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പ്രതികരിക്കുക, അല്ലെങ്കിൽ നമുക്ക് നിസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.